കാര്യത്തിനാണ് നിങ്ങൾ ഈ മീറ്റിങ്ങിനകത്ത് വന്നത്. രണ്ട് കാര്യത്തിനാണ് നിങ്ങൾ ഈ മീറ്റിങ്ങിനകത്ത് വന്നത്. ഒന്ന്, എന്താ? കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാനാ, അല്ലെ? കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാനാ. കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരിക്കൽ ഞങ്ങളുടെ ചർച്ചില്, ട്രിവാൻഡ്രത്തെ ഈ വട്ടപ്പാറയിലുള്ള ചർച്ചില്, ഞാനൊരു ചർച്ചിന്റെ പാസ്റ്ററും കൂടെ കേട്ടോ. ഞങ്ങളുടെ ചർച്ചിലെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മിനിസ്ട്രി ആരംഭിക്കുന്ന സമയത്ത് ഒരു പൂജാരി 7-8 പേരുമായിട്ട് വരാനിടയായി തീർന്നു. തന്റെ മോനൊരു മാനസിക രോഗിയായിട്ട് മാറി. ആ മാനസിക രോഗിയായ മോന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാവും വന്നത് കേട്ടോ, അവര് വന്നത്. പ്രീസലോ. അങ്ങനെ വന്നപ്പോൾ ഹല്ലേലൂയ, എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാല്, ഈ മനുഷ്യൻ ആരോ എന്റെ നമ്പർ കൊടുത്ത് അങ്ങനെ വിളിച്ചു വന്നതാ. പ്രീസലോ. പെട്ടെന്ന് തന്നെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാല്, അവനെ കർത്താവ് സൗഖ്യമാക്കി. അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം മിനിസ്ട്രി ആരംഭിച്ച സമയത്ത് ഒരു 8-10 പേര് ഒരുമിച്ച് ചർച്ചിലോട്ട് വരുമ്പോൾ ഒരു ഭാഷയ്ക്ക് ഉണ്ടാകുന്ന സന്തോഷം എന്തോ ആയിരിക്കും. ഭയങ്കര സന്തോഷമാണ്. ആദ്യത്തെ 2 മാസം അവർ വന്നു കേട്ടോ. 2 മാസം വന്ന് ഓരോ ആഴ്ച കഴിയും തോറും, 2 മാസം കഴിഞ്ഞ് ഓരോ ആഴ്ച കഴിയും തോറും ഓരോരുത്തർ കൊഴിയാൻ തുടങ്ങി. അവസാനം ഈ അനിൽ എന്ന് പറയുന്ന ഈ അച്ഛൻ മാത്രം 2-3 മാസം കഴിഞ്ഞിട്ട് അദ്ദേഹം മാത്രം വന്നൊരു സൺഡേ പറഞ്ഞു, സോറി, അടുത്ത ആഴ്ച തൊട്ട് ഞാനും എന്ത് ചെയ്യുന്നില്ല, ആരാധനയ്ക്ക് വരുന്നില്ല. അങ്ങനെ ഞാൻ അന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഞാൻ അവർ വീട്ടിൽ ചെന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്ത് 2 ക്ഷേത്രമുണ്ട്. ഒന്ന് കുടുംബക്ഷേത്രം, 2 പൊതുജനങ്ങൾക്ക് വരാവുന്ന ക്ഷേത്രം. ഈ 2 ക്ഷേത്രങ്ങളിലെയും പൂജ ചെയ്യുന്ന ആരാധറിയോ? ഈ മനുഷ്യനാ. ഈ 2 ക്ഷേത്രങ്ങളിലെയും പൂജ ചെയ്യുന്ന ഈ മനുഷ്യനാ. അപ്പൊ ഇദ്ദേഹം എന്നോട് പറയുക, യേശു ദൈവമാ, എനിക്കറിയാം, സത്യദൈവമാ, ഞങ്ങൾക്കറിയാം, യേശു കാണപ്പെട്ട ദൈവമാ, എല്ലാം പറഞ്ഞിട്ട് അവസാനം പറയുക, ഞങ്ങള് യേശുവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം, പൈസ വേണമെങ്കിൽ തരാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പക്ഷെ ഇനി ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ കാരണം? നിങ്ങൾ ഈ 2-3 മാസമായിട്ട് നിങ്ങൾ വന്നല്ലോ, എന്താ കാരണം? അദ്ദേഹം പറഞ്ഞ കാരണം ഇതാണ്. ഈ 2 ക്ഷേത്രങ്ങൾ കണ്ടോ? ഈ 2 ക്ഷേത്രങ്ങളിലെയും പൂജാരി, പ്രീസലോ, ഞാനാണ്. പൂജ ചെയ്യുന്ന ആള് ഞാനാണ്. അപ്പോ ഈ പൂജ ചെയ്യുന്ന ഞാന് എന്റെ അടുത്ത് ഈ ക്ഷേത്രങ്ങളിലെ ദൈവം വർഷത്തിലൊരിക്കൽ, അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ അതുപോലെ നിങ്ങളോട് പറയാ, വർഷത്തിലൊരിക്കൽ എന്റെ അടുത്ത് വരും. വർഷത്തിലൊരിക്കൽ എന്റെ ദേഹത്ത് വരും. എന്റെ ദേഹത്ത് വരുമ്പോൾ ഞാൻ അന്നേരം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. അന്നേരം ആ ദൈവം സംസാരിക്കുന്നത് പോലെയാണ് എന്ന് അദ്ദേഹം പറയാനിടയായി തീർന്നു. അദ്ദേഹം ഇത്തരം പറഞ്ഞപ്പോ എനിക്ക് നല്ല ചിരിയാ വന്നത്. എനിക്ക് നല്ല ചിരി വന്നിട്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ചേട്ടാ, ചേട്ടന്റെ ദേഹത്ത് ഈ ദൈവം വർഷത്തിലൊരിക്കൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലയോ വരുന്നേ. ഞാൻ ആരാധിക്കുന്ന യേശു ഉണ്ടല്ലോ, ഞാൻ വിളിക്കുന്ന യേശു ഉണ്ടല്ലോ, 24 hours 365 ദിവസവും 24 മണിക്കൂറും യേശുവേ എന്ന് വിളിക്കുമ്പോ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് എന്നെ ധൈര്യപ്പെടുത്തി എൻ്റെ മേൽ തന്റെ മഹത്വത്തെ, തന്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്ന കർത്താവാ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും തന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. ശബരിമല നട അടയ്ക്കുന്ന ഒരു സമയമുണ്ട് കേട്ടോ. നട അടച്ചു കഴിഞ്ഞാൽ ഇനി ഏത് കൊലകൊമ്പം വന്നാലും അവിടെ പോകാൻ പറ്റത്തില്ല, അവിടെ കയറാൻ പറ്റത്തില്ല. പിന്നെ നട തുറന്നാൽ മാത്രമേ പിന്നെ ആ വ്യക്തിക്ക് കയറാൻ പറ്റത്തുള്ളൂ. പക്ഷെ 24 hours തുറന്നിരിക്കുന്ന ഒരു നടയുണ്ട്. 24 മണിക്കൂർ തുറന്നിരിക്കുന്ന ഒരു നടയുണ്ട്. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങത്തില്ല, ഉറങ്ങത്തില്ല. നീ ഇപ്പോൾ കേൾക്കുന്ന ശബ്ദത്തെക്കാട്ടിൽ, ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ശബ്ദത്തെക്കാട്ടിൽ അവന്റെ സാന്നിധ്യം നിങ്ങളുടെ അടുത്തുണ്ട്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിനൊന്ന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. മോൻ പാടിയത് നിങ്ങൾ കേട്ടോ? മേങ്കാവും ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് ഞാൻ എന്റെ ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പാടുമെന്നാ പാടിയത്. ഇംഗ്ലീഷും ഹിന്ദിയും കൂടെ ഒരുമിച്ച് ചേർത്താ പാടിയത്. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രിയിലും നിങ്ങളായിരിക്കുന്നിടത്ത് കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ അന്തരീക്ഷം മാറാൻ പോവാ. ഞാൻ ഫാസ്റ്റിങ്ങിന്റെ 18th ഡേയാ, 18ാമത്തെ ദിവസമാണ് ഇന്നിരിക്കുന്നത്. എനിക്ക് ഓരോ കാര്യം ഉറപ്പാ. ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഈ മീറ്റിങ്ങിനകത്ത് ദാഹത്തോടെ കയറിയവരുടെ മേൽ ഇന്ന് കർത്താവ് തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. നിങ്ങൾ ഇരിക്കുന്നിടം പോലും മറന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കത്തക്ക വിധത്തില് കർത്താവിന്റെ മഹത്വം നിങ്ങളുടെ റൂമിനകത്ത് ഇറങ്ങും. ആളത്തമായിട്ട് ദൈവാത്മാവ് നിങ്ങളുടെ നേരിൽ വന്ന് ഇറങ്ങും. അഭിഷേകം പ്രാപിക്കേണ്ടവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്തോണം. ക്രിട്ടിസൈസ് മൈൻഡ് ഇല്ലാതെ, വിമർശന ബുദ്ധി ഇല്ലാതെ ഇന്ന് രാത്രി ആരൊക്കെ ഏൽപ്പിച്ചു കൊടുക്കോ നിങ്ങൾ എല്ലാവരെയും കർത്താവ് നിറയ്ക്കാൻ ശക്തനാണ്. ഈ രാത്രിയിൽ അവിടുന്ന് നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ മഹത്വം ഇന്ന് രാത്രി ശക്തിയോട് നമ്മുടെ മേൽ ചലിക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ 2 കാര്യത്തിനാണ് നമ്മൾ ഈ കൂട്ടായ്മ വന്ന്. ഒന്ന്, അവന്റെ സാന്നിധ്യം അനുഭവിക്കാനാണ്. ദൈവസാന്നിധ്യത്തെ ഭൂമി കൊണ്ടുവരുന്ന എന്തോ നിങ്ങൾക്ക് അറിയാമല്ലോ. ദൈവസാന്നിധ്യത്തെ ഭൂമി കൊണ്ടുവരുന്നത് ദൈവത്തെ സ്തുതിക്കുന്നതാണ്. ഹല്ലേലൂയ.
പല ചർച്ചകളിലും 2 പാട്ടിലും 2 അന്യഭാഷയിലും ഒക്കെ എന്തുവാ ആരാധന അങ്ങ് നിൽക്കും കേട്ടോ. 2 പാട്ടില് 2 ആമേൻ ഹല്ലേലൂയ അങ്ങനെ ആകരുത്. ഹല്ലേലൂയ. ഞങ്ങളുടെ വട്ടുപാറ ചർച്ചില് 1.5 മണിക്കൂറിലധികമാണ് ആമേൻ ആരാധന മാത്രമുള്ളത്. ആരാധന മാത്രമുള്ളത്. ആ ആരാധന നടുവിൽ ദൈവം ഇറങ്ങി വന്ന് രോഗികളെ സൗഖ്യമാക്കുന്ന കണ്ടിട്ടുണ്ട്. ആര് കൈവെക്കാതെ കർത്താവ് വിടുവിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ആരാധനയാ ദൈവ സാന്നിധ്യത്തെ ഭൂമി കൊണ്ടുവരുന്നത്. നിങ്ങളുടെ വീട് ഒരു പക്ഷേ ഭൂമിയിലെ നരകമാണെന്ന് ഒരു പക്ഷെ പറയുന്നവർ ഇതിനകത്ത് കണ്ടേക്കാം. പക്ഷെ ഭൂമിയിലെ സ്വർഗമാക്കാൻ കർത്താവിനൊരു പദ്ധതിയുണ്ട്. ഒരു കീ കർത്താവ് നിന്റെ അതരത്തിൽ തരികയാണ്. നിന്റെ അതരത്തിൽ തരികയാണ്. യേശു നല്ലവനെന്ന് പറയുക, യേശു വലിയവനെന്ന് പറയുക, യേശുവെ ഞാനങ്ങി മഹത്വപ്പെടുത്തുന്നെന്ന് പറയുക. അവിടുത്തെ സാന്നിധ്യം നിന്റെ റൂമിനെ നിറയ്ക്കും. യേശു എന്ന നാമം നീ ഉച്ചരിക്കുമ്പോൾ തന്നെ അന്ധകാര ശക്തികൾ വിറയ്ക്കും. ഒരു മിനിറ്റ് ആ നാമത്തെ ഒന്ന് ഉച്ചരിച്ചാട്ടെ. യേശു യേശു യേശു. ആ നാമത്തെ ഒന്ന് ഉച്ചരിച്ചാട്ടെ. സകല നാമത്തിനും മേലായ നാമത്തെ ഒന്ന് ഉച്ചരിച്ചാട്ടെ. യേശു. നിങ്ങൾ അത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ അന്തരീക്ഷം മാറുന്ന എനിക്ക് ആത്മാവിൽ തിരിച്ചറിയാൻ കഴിയുന്നു. ബുദ്ധിയിൽ ആരും ഇരിക്കല്ലേ, സ്പിരിറ്റിൽ നിങ്ങൾ ഇരിക്കുക, ആത്മാവിൽ നിങ്ങൾ ഇരിക്കുക. ആത്മാവിൽ ഇരിക്കുക. ഒരു പ്രസംഗം കേൾക്കാനായിട്ടിരിക്കല്ലേ, ഒരു കഥ കേൾക്കാനായിട്ടിരിക്കല്ലേ. കർത്താവ് ഡയറക്റ്റ് നൽകുന്ന ചിലത് പ്രാപിക്കാനായിട്ടിരിക്കുക. ദാഹമുള്ള ഒരു ഹൃദയത്തോടെ രാത്രി ആരൊക്കെ ഈ മീറ്റിങ്ങിനകത്ത് ഇരിക്കുന്നോ, ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേൽക്കുന്ന ഒരു കൊള്ള കണ്ടുകിട്ടിയ അനുഭവത്തിലായിരിക്കും. ഒരു കൊള്ള കണ്ടുകിട്ടിയ അനുഭവത്തിൽ നിങ്ങൾ ഇന്ന് രാത്രി എഴുന്നേൽക്കാൻ ഇടയായിത്തീരും. ഞാൻ ഈ പറയുന്ന ശബ്ദത്തെക്കാട്ടിലുപരി കർത്താവ് ഡയറക്റ്റ് നിന്നോട് സംസാരിക്കുന്ന സമയങ്ങളായിരിക്കും ഈ നിമിഷങ്ങൾ. കർത്താവുമായിട്ട് കണക്ട് ചെയ്താട്ടെ. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. ദാണ്ട് എൻ്റെ കയ്യിലൊരു റിമോട്ട് ഉണ്ട്. എൻ്റെ കയ്യിലൊരു റിമോട്ട്. എന്നെ നോക്കി എല്ലാവരും. ഈ റിമോട്ട് ദാണ്ട് ഇവിടെ ഒരു മേളിൽ ഒരു ഫാൻ ഉണ്ട്. ഈ ഫാനുമായിട്ട് കണക്ഷനാ. ഈ ഫാനുമായിട്ട് ഈ റിമോട്ട് കണക്ഷനാ. ഹല്ലേലൂയ. എനിക്ക് ഇപ്പൊ അല്പം സ്പീഡ് കൂട്ടണം. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇതിനകത്ത് ഇതങ്ങോട്ട് കൂട്ടിക്കൊടുക്കുമ്പോൾ ദാ ഇവിടെ ഒരു ലൈറ്റ് കത്തിയാണ്ടോ. ഈ ലൈറ്റ് ഫാനുമായിട്ട് കണക്റ്റഡാ. നമ്മൾ കണ്ടോ? നമ്മൾ കണ്ടില്ല. പക്ഷെ അതാ എനിക്ക് എൻ്റെ ഫാനിന്റെ സ്പീഡ് കൂടി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവുമായിട്ട് നീ കണക്ട് ചെയ്തുകൊണ്ടിരിക്കണം. കർത്താവുമായിട്ട് നീ കണക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ മേൽ ചെറുത് വന്നു വീഴും. കരങ്ങൾ അടിച്ച് കർത്താവിനൊന്ന് മഹത്വം കൊടുത്ത്, കർത്താവിനൊന്ന് സ്തുതി അർപ്പിച്ച്, അവിടുത്തെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ നമ്മുടെ മേൽ വന്ന് ഇറങ്ങട്ടെ. അവിടുത്തെ മഹത്വം ഇന്ന് രാത്രി നമ്മുടെ മേൽ വന്ന് ഇറങ്ങട്ടെ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തെ ഭൂമി കൊണ്ടുവരുന്ന സ്തുതിയാണെങ്കിൽ, രണ്ടാമത്തെ കാര്യം ദൈവ ശബ്ദം കേൾക്കാനാണ് നിങ്ങൾ ഈ മീറ്റിംഗിൽ വന്നത് അല്ലേ? ദൈവ ശബ്ദം കേൾക്കാൻ. ഹല്ലേലൂയ. ദൈവം തൻ്റെ മക്കളോട് വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ സംസാരിക്കുന്ന ദൈവമാണ്. വചനത്തിലൂടെ മാത്രമല്ല കേട്ടോ, വചനത്തിലൂടെ മാത്രമല്ല. നിങ്ങളുടെ ലൈഫിനകത്ത് ചിലപ്പോ ചില ആമേൻ വിഷയങ്ങൾ കൊണ്ടുവന്നിട്ട് ദൈവം സംസാരിക്കും. ബിലയാമിനോട് ദൈവം സംസാരിച്ച് എങ്ങനെയാ? കഴുതയെ കൊണ്ട് വഴി തടയിച്ച ദൈവം സംസാരിച്ച്. മനസ്സിലായോ? ദൈവം സംസാരിക്കുന്ന ദൈവമാ. ആമേൻ 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 ആമേൻ. വചനത്തിലൂടെ സംസാരിക്കും. സ്വപ്നത്തിലൂടെ യാക്കോബിനോട് ദൈവം എങ്ങനെ സംസാരിച്ച്? ഹല്ലേലൂയ. ആമേൻ. ലൂസ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവർ കിടന്നുറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടു. സ്വർഗത്തോളം എത്തുന്ന ഗോവേണി ദൂതന്മാർ കയറുന്നു ഇറങ്ങുന്നു. ആ സ്വപ്നം അവനെ രൂപാന്തരപ്പെടുത്തി. സ്വപ്നത്തിലൂടെ ദൈവം സംസാരിക്കും. ഹല്ലേലൂയ. ദൈവദാസന്മാരെ അയച്ച് സംസാരിക്കും. ഏലിയുടെ ഭവനത്തോട് ദൈവം എങ്ങനെ സംസാരിച്ച്? ശമൂവേലിന്റെ ഫ്രഷ് ആയിട്ടുള്ള പ്രൊഫസിയിലൂടെ സംസാരിച്ച്, ഫ്രഷ് ആയിട്ടുള്ള ദൂത് കർത്താവ് പറഞ്ഞ് അങ്ങ് സംസാരിക്കുമായിരുന്നു ഇല്ലേ? അങ്ങനെ വ്യത്യസ്ത രീതിയിൽ, വ്യത്യസ്ത മാർഗങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ഒരു ക്രോസിംഗ് ഇട്ടായിരുന്നു, ഒരു പോയിന്റിങ് ഇട്ടായിരുന്നു. അത് വേറൊന്നുമല്ല, പരിശുദ്ധാത്മ പറയുന്നത് അനുസരിക്കുന്നവരോടാണ് പരിശുദ്ധാത്മ വീണ്ടും വീണ്ടും സംസാരിക്കുന്നത്. നിങ്ങൾ കേട്ടോ? പരിശുദ്ധാത്മ പറയുന്ന അനുസരിക്കുന്നവരോടാണ് പരിശുദ്ധാത്മ വീണ്ടും വീണ്ടും സംസാരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ദൈവശബ്ദം കേൾക്കാനിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് വരെ പരിശുദ്ധാത്മാവ് നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നീ ചെയ്തോ, അനുസരിച്ചോ? എങ്കിൽ ഇന്ന് രാത്രിയിൽ നിന്നോട് ആഴമായിട്ട് സംസാരിക്കാനുണ്ട്. ആരോട് ദൈവം സംസാരിച്ചില്ലെങ്കിലും നിന്നോട് കർത്താവിന് സംസാരിക്കുവാനായിട്ട് കഴിയും. ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒരു വ്യത്യസ്തമായ ശബ്ദം പരിശുദ്ധാത്മാവ് നമ്മളെ കേൾപ്പിക്കട്ടെ. ആഴമേറിയ ദൈവിക ഇടപെടല് ഈ മീറ്റിംഗിനകത്ത് ദൈവം നമുക്ക് നൽകട്ടെ. ഹല്ലേലൂയ. നിങ്ങളോട് കർത്താവ് ഇന്ന് രാത്രി സംസാരിക്കാൻ പോകുന്ന വചനഭാഗം 2 ശമൂവേലിന്റെ പുസ്തകം 15-ാമത്തെ അധ്യായം 30-31 വാക്യങ്ങൾ. ഈ വാക്യങ്ങൾ ആരെങ്കിലും ഒരാള് മൈക്ക് അൺമ്യൂട്ട് ആക്കി വായിക്കാം കേട്ടോ. ആരെങ്കിലും ഒരാള് മൈക്ക്. ആമേൻ. 2 ശമൂവേൽ 15-ന്റെ 30-31 വാക്യങ്ങൾ. ദാവീദ് തലമുടി ശത്രുവിടാതെ
നടന്ന് കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. കൂടെയുള്ള ജനമൊക്കെ തല മൂടി കരഞ്ഞുകൊണ്ട് കയറി ചെന്നു. അബ്സലോമിനോട് കൂടെയുള്ള കൂട്ടുകാരിൽ അഹീതോഫെൽ ഉണ്ടെന്ന് ദാവീദിനെ അറിവ് കിട്ടിയപ്പോൾ യഹോവ അഹീതോഫെലിന്റെ ആലോചന അബദ്ധമാക്കണമെന്ന് പറഞ്ഞു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആ വചനം തന്നെയാണ്. ഒരു സെക്കൻഡ്, ഞാൻ ലാപ്ടോപ്പ് ഒന്ന് കുത്തി വെച്ചോട്ടെ. ഓക്കെ, ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ. അബ്ശാലോമിനോട് കൂടെയുള്ള കൂട്ടുകെട്ടുകാരിൽ അഹീതോഫേലും ഉണ്ടെന്ന് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ യഹോവേ അഹീതോഫേലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന് പറഞ്ഞു. ഇതിനകത്തൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കാനായിട്ട് ഒരു മിനിറ്റ് എല്ലാവരും പ്രാർത്ഥിച്ച്. ഇതൊരു ആത്മീയ ശുശ്രൂഷയാകയാൽ എൻ്റെ ഏതെങ്കിലും എക്സ്പീരിയൻസിനകത്തുനിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് വിടുതലാകത്തില്ല. പരിശുദ്ധാത്മാവ് ഈ വചനത്തെ ഇഴകീറി നമ്മളോട് സംസാരിച്ചാൽ നമ്മുടെ ലൈഫിനകത്ത് വലിയ വിടുതലുകളെ കടന്നു വരുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. യേശുവേ നന്ദി. രാത്രി നിന്റെ മക്കളോട് അവിടെ സംസാരിക്കണമേ. ദാഹത്തോടെ ഇരിക്കുന്നവരോട് കർത്താവെ അവിടുന്ന് സംസാരിക്കണമേ. ഇളവന്റെ നാവിനോട് കൂടെ ഇരിക്കണമേ. സമർത്ഥനായ ലേഖന്റെ എഴുത്തുപോൽ പോലെ ഇവന്റെ വായയാക്കണമേ കർത്താവെ. ഇന്നലകളിലെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ആശ്രയിക്കുന്നില്ല. രാത്രി നിന്റെ ജനത്തോട്, നിന്റെ മക്കളോട്, ദാഹത്തോടെ ഇരിക്കുന്ന നിന്റെ ജനത്തോട് അവിടുന്ന് വ്യക്തമായി, ഹൃദ്യമായി, ആഴമായി സംസാരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന അപ്പ. മഹത്വം മുഴുവനും അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദാവീദ് രാജാവിന്റെ ലൈഫ് നമ്മൾ 3 ഘട്ടമായിട്ട് ചേർത്ത് പഠിക്കാമെങ്കിൽ അതിനകത്തെ ഒരു സംഭവമാണ് നമ്മൾ വായിക്കാനായിട്ടിടയായി തീർന്നത്. 3 അല്ല 4 ഘട്ടമായിട്ട് വേണം ചേർത്ത് പഠിക്കാം. ഒന്ന്, അവൻ ദൈവത്തെ അറിയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അഭിഷേകത്തിന്റെ ആഴങ്ങളിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു തിരസ്കരണത്തിന്റെ കാലഘട്ടം, ഒരൊറ്റപ്പെടലിന്റെ കാലഘട്ടം, ഒരു വേദനയുടെ കാലഘട്ടം. അങ്ങനെയുള്ള കാലഘട്ടത്തിലൂടെ പോകുന്നവർ ഈ മീറ്റിങ്ങിനകത്തുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മ ഈ വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഒറ്റപ്പെടലുകൾ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുണ്ടാകുന്ന പ്രയാസം വളരെ വലുതാണ്. ഒറ്റപ്പെടലുകളിലൂടെ, തിരസ്കരണങ്ങളിലോ, റിജക്ഷൻസിലൂടെയൊക്കെ കടന്നു വരുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. പക്ഷേ ദാവീദിനെ അങ്ങനെ വിടാൻ ദൈവത്തിന് പ്ലാൻ ഇല്ലായിരുന്നു. ദാവീദിനെ അങ്ങനെ ഉപേക്ഷിക്കാൻ ദൈവത്തിന് പദ്ധതിയില്ലായിരുന്നു. ഇന്ന് രാത്രി ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന ആരെങ്കിലും മീറ്റിങ്ങിനകത്തുണ്ടെങ്കിൽ ആത്മാവിന് നിന്നോട് പറയാനുള്ള ശബ്ദം ഇതാ: നിന്റെ മേലൊരു അഭിഷേകം താമസമിന വരാൻ പോവാ. നിന്റെ മേലൊരു അഭിഷേകം താമസമിന വന്ന് വീഴാൻ പോവാ. നിന്റെ മേലൊരു ആത്മസാന്നിധ്യം, ആമേൻ, പലരെ മാറ്റി നിർത്തിയിട്ട് കർത്താവ് നിന്റെ മേൽ തരാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്വീകരിക്കാൻ റെഡി ആയിക്കോ. ഇന്ന് രാത്രിയിൽ ആമേൻ മീറ്റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സിസ്റ്റർ പറഞ്ഞു, ഒരു പ്രൊഫറ്റിക്കൽ ആമേൻ അനുഭവത്തിലേക്ക് ഞങ്ങൾ ആഗ്രഹിക്കുവാണെന്ന്. ആമേൻ. പരിശുദ്ധാത്മ അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ അതിനോട് റെസ്പോൺസ് ചെയ്താൽ എനിക്കിവിടെ അറിയാം. മനസ്സിലായ? അല്ലാതെ ഒരു പ്രസംഗം കേൾക്കുന്ന ലാഘവത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതും എനിക്കറിയാം. പിന്നെ പരിശുദ്ധാത്മ ആ രീതിയിലേ സംസാരിക്കത്തുള്ളൂ. ഞങ്ങളുടെയൊക്കെ മീറ്റിങ്ങിലുള്ള സൗരങ്ങൾ ഈ മീറ്റിങ്ങിനകത്ത് ഇരിപ്പുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വളരെ ദാഹത്തോടെ വരുമ്പോൾ പരിശുദ്ധാത്മ അവർക്കങ്ങ് പൊഴിച്ചു കൊടുക്കുക. മനസ്സിലായോ? എന്താ കാരണം എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇരിക്കും. ഒരു ദൂത് പറഞ്ഞാൽ അതിനെ ആ രീതിയിൽ അങ്ങനെ ക്യാച്ച് ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് രാത്രി കർത്താവ് പറയുന്ന ഒരു ശബ്ദം, ആമേൻ, ഹല്ലേലൂയ, ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന, തിരസ്കരണങ്ങൾ അനുഭവിക്കുന്ന, ആദരിക്കപ്പെടേണ്ടവരിൽ നിന്ന് അനാദരവുകൾ കടന്നു വരുന്ന, ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തികളിൽ നിന്ന് അപമാനങ്ങൾ കടന്നു വരുന്ന ചില ദാവീദുമാർ ഇന്ന് ഈ മീറ്റിങ്ങിനകത്തുണ്ട്. നിന്റെ തലയിൽ അപ്രതീക്ഷിതമായ ഒരു അനോയിന്റിങ് വരാൻ പോവാ. നിന്റെ മേലൊരു അഭിഷേകത്തിന്റെ തൈലം വന്ന് വീഴാൻ പോവാ. രാത്രി ഏൽപ്പിച്ചു കൊടുക്ക്. നിങ്ങൾ എന്നോട് ചോദിക്കുക, പാസ്റ്ററുടെ ശുശ്രൂഷയുടെ രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അഭിഷേകം ഇല്ലയോ നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല. ദൈവകൃപ ഇല്ലയോ നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അഭിഷേകം ഉണ്ടോ? നിനക്ക് എവിടെ ചെന്നാലും വിലയാ. ആമേൻ. നിന്റെ ജീവനെ കാട്ടി വലുതായിട്ട് 2023 അഭിഷേകത്തെ സൂക്ഷിക്കാമെങ്കിൽ ഇന്ന് രാത്രി ചിലതിന്റെ മേൽ ചില പുതപ്പ് വന്ന് വീഴാൻ പോവാ. ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും രാത്രി നിന്റെ മേൽ വന്നു വീഴുന്ന പുതപ്പ്, നിന്റെ മേൽ വന്നു വീഴുന്ന അഭിഷേകം
നിന്റെ മേൽ വന്നു വീഴുന്ന ദൈവ സാന്നിധ്യം നിന്നെ ആള് മാറിയവനെ പോലെ ആക്കും. ശൂരമാന റക്കസിയാതകൾ ഗമന ലബ്രോനിയ ശമ്പൽമനാദിയ ലക്രമ സംബ്രേ ലെബേ 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 ഷാമാമ. സാഹചര്യങ്ങൾ എപ്പോഴൊന്നും മാറിയെന്ന് വരത്തില്ല. നിങ്ങൾ സാഹചര്യം മാറാൻ ചിലപ്പോൾ പ്രാർത്ഥിച്ച് നിങ്ങൾ ആകെ ഡൗൺ ആയിരിക്കുന്നവരായിരിക്കും ഇപ്പോൾ ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന പലരും. പക്ഷെ ദൈവാത്മ പറയാ, നിന്റെ സാഹചര്യം മാറാതെ തന്നെ, നിന്റെ സാഹചര്യങ്ങളെ മാറ്റാതെ തന്നെ നിന്നെ ഞാൻ മാറ്റിയിട്ട് തീ ചിലയുടെ മേൽ വന്ന് വീഴുന്നു. അവൻ നിന്നെ ഞാൻ മാറ്റിയിട്ട് ആ സാഹചര്യം നിന്നെ ഒന്നും ചെയ്യാതെ വണ്ണം അവൻ എന്റെ കൃപയ്ക്കകത്ത് നിന്നെ ഞാൻ മറച്ച്. മോശ എന്താ പറഞ്ഞേ? ദൈവമേ, നീ എന്നോട് കൈ മാർവിടത്തിൽ ഇടാൻ പറഞ്ഞു, മാർവിടത്തിലിട്ടു, എടുത്തപ്പോ കുഷ്ഠമായിട്ട് മാറി. വീണ്ടും മാർവിടത്തിലിട്ടു, എടുത്തപ്പോ പഴയതുപോലായി. വടി താഴെ ഇടാൻ പറഞ്ഞു, വടി താഴെ ഇട്ടു, പാമ്പായിട്ട് മാറി. എന്റെ വാലെ പിടിച്ചപ്പോ വീണ്ടും വടിയായിട്ട് മാറി. പക്ഷെ എന്റെ ഈ ബബ്ബബ്ബ പറയുന്ന വാക്കിന്, എന്റെ ഈ ബബ്ബബ്ബ പറയുന്ന നാവിനൊരു മാറ്റം വന്നില്ലല്ലോ. ദൈവം പറയാ, മക്കളെ, ബബ്ബബ്ബ പറയുന്നവനെ സൃഷ്ടിച്ചത് ആരാ? ഞാനല്ലയോ? ഞാൻ നിന്റെ വായോടുകൂടെ ഇരിക്കാം. ഓ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവവൈദ്യരെ, നിന്റെ ചില ശൂലങ്ങൾ മാറിയിട്ട് കർത്താവിന്റെ വേല ചെയ്യാമെന്ന് നീ ആഗ്രഹിച്ച ജന്മത്ത് നടക്കുകയില്ല. പക്ഷെ അത് അവിടെ ഇരിക്കുമ്പോ തന്നെ അത് നിന്നെ തൊടാതെ വണ്ണം അത് നിനക്കൊരനുഗ്രഹമാക്കി മാറ്റത്തക്ക വിധത്തിൽ ഒരു ദൈവകൃപയെ, ഒരഭിഷേകത്തെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. ഇന്ന് രാത്രി 2023 അങ്ങനൊരു അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മ ചിലതിനെ കൈപിടിക്കാൻ പോവാ. ആമേ. പൗലോസ് പ്രാർത്ഥിക്കുക, 3 വട്ടം പ്രാർത്ഥിക്കുക, ശൂലം മാറണം. ആമേൻ, ആമേൻ. കഠിന ഉപവാസമൊക്കെ എടുത്തു കാണും ഇല്ലേ? നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ കഠിന ഉപവാസമൊക്കെ, വെള്ളം കുടിക്കാതൊക്കെ ഇരുന്ന് കാണും. പക്ഷെ 3ാമത്തെ വട്ട പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ശൂലം മാറിയോ? ഇല്ല. 3ാമത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ശൂലം മാറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ഇങ്ങനെ തീരുമാനോ, ഇനി ദൈവവേലയൊന്നും ചെയ്യണ്ട, ഇനി പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, ശൂലം മാറിയില്ലല്ലോ. പക്ഷേ ദൈവത്തിന് അവനെ അങ്ങനെ വിടാൻ പദ്ധതിയില്ലായിരുന്നു. ദൈവം പറയാ, മക്കളെ, ആ ശൂലം അവിടെ ഇരിക്കട്ടെ. അത് നിന്നെ തൊടാതെ വണ്ണം എന്റെ കൃപ കൊണ്ട് ഞാൻ നിന്നെ മറയ്ക്കാം. എന്റെ അഭിഷേകം കൊണ്ട് നിന്നെ ഞാൻ മറയ്ക്കാം. എന്റെ സാന്നിധ്യം കൊണ്ട് ഞാൻ നിന്നെ പൊതിയാം. ഓ, നിങ്ങൾ നോക്കിയ പിന്നെ ഒരിക്കലും അവൻ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറാനോ അവന്റെ ഭൗതിക സാഹചര്യങ്ങൾ മാറാനോ അവൻ പ്രാർത്ഥിച്ചിട്ടില്ല. അവൻ പിന്നെ പ്രാർത്ഥിക്കുന്നതും, അവൻ പിന്നെ ആരാധിക്കുന്നതും, അവൻ പിന്നെ കൊതിക്കുന്നതെല്ലാം സ്വർഗീയമായ കാര്യങ്ങളെയാ, ആത്മീയ കാര്യങ്ങളെയാ. ആ ശൂലം അവനെ വല്ലതും ചെയ്തോ? ഒന്നും ചെയ്തില്ല. ശൂലമിരിക്കുമ്പോൾ തന്നെ കപ്പൽ യാത്രകൾ അവൻ നടത്തി. ശൂലമിരിക്കുമ്പോൾ തന്നെ സഭകൾ സ്ഥാപിച്ചു. ശൂലമിരിക്കുമ്പോൾ തന്നെ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് വരെ ലേഖനങ്ങൾ എഴുതുക. കർത്താവ് സന്തോഷിച്ചോ? എപ്പോഴും സന്തോഷിച്ചോ? പിന്നെ ഞാൻ എഴുതുന്ന എനിക്ക് അതിനെക്കാട്ടി സന്തോഷമാ. നിങ്ങൾ വിചാരിക്കും ഞാനിവിടെ കാരാഗ്രഹത്തിൽ കിടക്കുന്നത്? അല്ലല്ലല്ല, എന്നെ സ്വർഗസ്ഥലത്തിൽ ഇരുത്തിയേക്കുക. നമ്മുടെ പൗരത്വ സ്വർഗത്തിലാ. നിങ്ങൾ ഇവിടെ ഉണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയാ. ഒരു ജലദോഷം വരുമ്പോൾ ആരാധന മുടക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. തല പോകേണ്ടി വന്നാലും അപ്പച്ചന് വേണ്ടി നിൽക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് രാത്രിയിലും ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. ആമേൻ. എന്തു വന്നാലും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി നിൽക്കുമെന്ന് പറഞ്ഞ ചിലതിന് ഈ 2023 കർത്താവിന് ആവശ്യമുണ്ട് കേട്ടോ. അവരുടെ വിഷയം എൻ്റെ ശൂലം മാറുന്നതല്ല, അവരുടെ വിഷയം എൻ്റെ ഭൗതിക വിടുതൽ നടക്കുന്നതല്ല. ദൈവനാമം എന്നിലൂടെ മഹത്വപ്പെടണം. അങ്ങനെയുള്ളവർ ഇതിനകത്തുണ്ടോ? എൻ്റെ പ്രശ്നത്തിന്റെ പരിഹാരം കിട്ടിയില്ലേലും കുഴപ്പമില്ല, ഞാൻ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ വിടുതൽ എനിക്ക് കാണണം. ഞാൻ ദൈവസേന വെച്ചിരിക്കുന്ന ചില വിഷയങ്ങളെ മറുപടി എനിക്ക് കാണണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ നീ മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുമ്പ് ചില വിടുതലുകൾ നിന്റെ മേൽ വന്ന് വീഴാനായിട്ട് ഇടയായിത്തീരും. ചേർന്ന് കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയാ. മടങ്ങി വരട്ടെ. ഹല്ലേലൂയാ. ആമേൻ. നോക്കിയേ, പിന്നെ അവൻ ശൂലം മാറാൻ പ്രാർത്ഥിച്ചില്ല ദൈവമക്കളെ. അത് അവിടെ ഇരിക്കുമ്പോൾ തന്നെ കപ്പൽ യാത്രകൾ നടത്തി, സഭകൾ സ്ഥാപിച്ചു, 14 ലേഖനങ്ങൾ എഴുതി. അവസാനം തിമോത്തിയോസിന്റെ 2ാം ലേഖനം നമുക്കറിയാം അല്ലേ? ആമേൻ. ഇപ്പോൾ തന്നെ ഞാൻ പാനീയയാഗമായിട്ട് ഒഴിക്കപ്പെടുന്നു. ആമേൻ. എൻ്റെ നിര്യാണകാലം അടുത്തു. ആമേൻ. വേദപണ്ഡിതന്മാർ പറയുന്നത് അവനെ കൊല്ലാനായിട്ടുള്ള ഈ ഇതുണ്ടല്ലോ, ഈർച്ചവാള്, അവനെ കൊല്ലാനുള്ള ഈർച്ചവാള് ഓരോ ദിവസവും രാവിലെ ഇരുന്ന് ഈ ആരാച്ചാരിട്ട് ഇങ്ങനെ രാഗും.
ഈ രാഗുന്ന ശബ്ദം കേട്ടുകൊണ്ട പൗലോസ് എഴുതുന്ന എൻ്റെ നിര്യാണകാലം അടുത്തെന്നു. എന്നിട്ട് പുള്ളിക്കാരൻ എഴുതി വെക്കുക, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷത പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ. ഉണ്ടോ? ജീവിതാവസാനത്തിൽ എഴുതുക. എന്നിട്ട് പൗലോസ് തിമത്യോസിനെ എഴുതുക, പിന്നെ മക്കളെ, ഞാൻ ആ കർപ്പൂസിന്റെ വക്ക വെച്ചേച്ച് പോന്ന ആ പുതപ്പുണ്ടല്ലോ, ഇപ്പൊ അന്ന് തണുപ്പൊന്നും ഇല്ലായിരുന്നു, തണുപ്പില്ലാത്തതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. ഇപ്പൊ നല്ല കോച്ചുന്ന തണുപ്പാ, മരം കോച്ചുന്ന തണുപ്പാ. പിന്നെ ആ ചർമ്മ ലിഖിതങ്ങളുണ്ടല്ലോ, തവൾ ചുരുള്, അതുകൂടെ നീ ഇങ്ങോട്ട് എടുത്തോണ്ട് വരണേ. ആരാ പൗലോസ്? ആരാ? ന്യായമായിട്ടും 27 കപ്പലുകളുടെ ഉടമസ്ഥനാകാൻ, ഹല്ലേലൂയ, ന്യായമായിട്ടും 27 കപ്പലുകളുടെ ഉടമസ്ഥനാകാൻ കഴിയുമായിരുന്ന വ്യക്തിയാ. സുവിശേഷത്തെ പ്രതി ക്രിസ്തു ദർശനം ഉണ്ടായപ്പോ സകലവും ചപ്പും ചവറന്ന് എണ്ണി എന്ത് ചെയ്തു? കർത്താവിന്റെ നാമത്തിന് വേണ്ടി അങ്ങ് ഇറങ്ങി. അപ്പൻ സ്വത്തുക്കളെല്ലാം മാറ്റി, മോനൊന്നും കൊടുത്തില്ല. ആമേൻ. ചരിത്രം പറയുന്നതാണ് ഞാൻ പറയുന്നത്, ബൈബിളിൽ ഇല്ലാതെ. ചരിത്രം പറയുന്ന ആ മോനൊന്നും ഒരു സ്വത്തും കൊടുത്തില്ല. സുവിശേഷത്തിന് വേണ്ടി അവൻ ഓടി. അവസാനം പുതയ്ക്കാനൊരു പുതപ്പില്ലായിരുന്നു. ആമേ. തിമത്യോസിന്റെ കയ്യിൽ ഈ ലെറ്റർ കിട്ടിയിട്ട് ഇവൻ പുതപ്പുമായിട്ട് വന്നപ്പോഴത്തേക്ക് അവന്റെ ശിരസ് ഛേദിച്ചു തലേന്ന്. പുതയ്ക്കാൻ പുതപ്പ് പോലും ഇല്ലാതാ ഈ പൗലോസിനെ പോലുള്ളവരൊക്കെ നിത്യതയിൽ എത്തിയത്. മനസ്സിലായോ? അവരുടെയൊക്കെ കൂടാ നമ്മൾ പ്രതിഫലം മേടിക്കാൻ പോയി നിൽക്കുന്നത്. ചെറിയൊരു ജലദോഷം വന്ന ആരാധനയ്ക്ക് പോകാത്ത ടീമുകളാ. ഇപ്പോഴും കൊറോണയാണെന്നും പറഞ്ഞ് വീട്ടിൽ ഇരിക്കുന്ന പുള്ളികളുണ്ട്. ഇപ്പോഴും കൊറോണയാ. ചന്തയിൽ പോകാൻ കൊറോണ ഇല്ല, കല്യാണത്തിന് പോകാൻ കൊറോണ ഇല്ല, ആരാധനയ്ക്ക് പോകാൻ കൊറോണയാ. സ്തോത്രം. നിങ്ങളുടെ ആരുടെയും കാര്യമല്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുവാണ്, നിന്റെ ആ പ്രയാസം നിന്നെ ബാധിക്കാതെ ഞാൻ നോക്കിക്കോളാം. ഗിദെയോൻ പറയുന്നൊരു പദം എന്തുവാ? ദൈവം ഗിദെയോനോട് പറയാ, പരാക്രമശാലി ഞാൻ നിന്റെ കൂടെ ഉണ്ടടാ. ഇപ്പൊ പുള്ളിക്കാരൻ ചോദിക്കുക, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ ഇതൊക്കെ വന്ന് ഭവിക്കുന്നേന്ന്. ഇപ്പൊ ദൈവം തിരിച്ചു പറയുന്നൊരു പദവാ, ഞാൻ നിന്റെ കൂടെ ഇരിക്കാം, ഞാൻ നിന്റെ കൂടെ ഇരിക്കാം. മിദ്യാന്യരെ നീ ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും. ഉടനെ പുള്ളിക്കാരൻ തന്റെ പാരമ്പര്യം പറയാൻ തുടങ്ങി. ദൈവത്തിന് നമ്മുടെ പാരമ്പര്യം ഒന്നും ഒരു വിഷയമല്ല കേട്ടോ. പുള്ളി പാരമ്പര്യം പറയാൻ തുടങ്ങി. എന്തോ പാരമ്പര്യം പറയാൻ അറിയോ? മനശ്ശയിൽ എൻ്റെ കുലം എളിയതാ. മനശ്ശെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, യോസഫിന്റെ 2 മക്കള് മനശ്ശയും എഫ്രീമും. എഫ്രീമാണ് ഇളയവൻ, മനശ്ശയാണ് മൂത്തത്. ഇപ്പൊ യാക്കോബിന്റെ മരണസമയത്ത് കാണാതെ മരിക്കാൻ കിടക്കുക. അപ്പൊ യോസഫ് കൊണ്ടുവന്ന് 2 മക്കളെയും അപ്പച്ചന്റെ കൈ വെച്ച് അനുഗ്രഹിക്കാനായിട്ട് കൊണ്ടുവന്ന് നിർത്തുക. അപ്പൊ വലത്തെ കരത്തിന്റെ അവിടെ ആരെ നിർത്തി? മനശ്ശയെ നിർത്തി. എന്തിനാ? അപ്പച്ചന്റെ വലത്തെ കരം മോന്റെ തലയിലോട്ട് വെക്കണം, മൂത്ത മോന്റെ തലയിലോട്ട് വെക്കണം. ഇടത്താരെ നിർത്തി? എഫ്രൈമിനെ കൊണ്ടുപോയി നിർത്തി. എന്തിനാ? അവൻ ഇച്ചിരി ചെറുതായിട്ട് അനുഗ്രഹിക്കപ്പെട്ടാ മതി. അവൻ ചെറുതായിട്ട് ഇച്ചിരി അനുഗ്രഹിക്കപ്പെട്ടാ മതി. ആരുടെ കണക്കൂട്ടില്ല? ആരുടെ കണക്കൂട്ടില്ല? യോസഫിന്റെ കണക്കൂട്ടില്ല. പക്ഷെ യാക്കോബ് കണ്ടോ, യാക്കോബ് അനുഗ്രഹിക്കാൻ നേരം എന്തോ ചെയ്തു? കൈ താണ്ട് ഇങ്ങനെ വെച്ച് അനുഗ്രഹിച്ച്, കൈ പിണച്ച് വെച്ച് അങ്ങോട്ട് അനുഗ്രഹിച്ച്. അപ്പൊ വലത്തേക്കരം ആളുടെ തലയിൽ വന്ന് എഫ്രൈമിന്റെ തലയിൽ വന്നു, ഇടത്തേക്കരം ആളുടെ തലയിൽ വന്ന് മനശ്ശയുടെ തലയിൽ വന്നു. അപ്പൊ ഗിദെയോൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ന്യായമായിട്ടും അനുഗ്രഹം അനുഭവിക്കുവാൻ ന്യായമായിട്ടും അർഹത ഉണ്ടായിരുന്നിടത്തു നിന്ന് അന്ന് അനുഗ്രഹം കിട്ടാതെ ആയിരിക്കുന്ന കുടുംബത്തിൽപ്പെട്ട ആളാ ഞാന്. മനസ്സിലായോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മ നിന്നോട് പറയുക, നിന്റെ പാരമ്പര്യം ദൈവത്തിന് വിഷയമല്ല കേട്ടോ. നിന്റെ പാരമ്പര്യം ദൈവം നോക്കുന്നില്ല. ഇന്ന് രാത്രി ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ഈ വചനം കടന്നു എന്ന് ഏതൊക്കെയോ ചില അസൂയയുടെ മണ്ഡലങ്ങളെ പൊട്ടിക്കുക. നിനക്കൊരു ഉയർച്ച ഉണ്ടാകരുത്, നിന്റെ തലമുറയ്ക്കൊരു ഉയർച്ച ഉണ്ടാകരുത്, എന്നും ഒരു കെട്ടുമൂട്ടിനകത്ത് കിടന്നോണമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചില പാരമ്പര്യ ശക്തികൾ എൻ്റെ ദൈവം ഇന്ന് രാത്രി അതിനെ കത്രിക കൊണ്ട് നാട മുറിക്കുന്നത് പോലെ, കത്രിക കൊണ്ട് നാട മുറിക്കുന്നത് പോലെ ഇന്ന് രാത്രി പൊട്ടിച്ച് മാറ്റിയിട്ട് ചിലതിനെ ദൈവം അക്കരെ കടത്താൻ പോവുക. അടകമന രഗജകലഘടക ഊടാറാമാനാവ ശംഭാബാബാബാബ. ഇന്നലെ രാവിലെ ഞാൻ ചർച്ചയിൽ പറഞ്ഞ ഒരു ദൂതിനോട് ചേർന്ന് പറയാൻ ദൈവാത്മ പറയുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ വാഗ്ദത്തത്തിന് തടസ്സമായിട്ട് ഒഴുകിയതാ യോർദാൻ. ഹല്ലേലൂയ. നോക്കിയേ, ചില ദിവസങ്ങളായിട്ട് യോർദാന്റെ മുമ്പിൽ വന്ന് നിൽക്കുക, യോർദാന്റെ മുമ്പിൽ വന്ന് നിൽക്കുക. യോർദാന്റെ അക്കരെ എന്തുവാണ്? യോർദാന്റെ അക്കരെ ഇസ്രായേൽ മക്കളുടെ നന്മയാ.
ആ നന്മ ഇങ്ങനെ കൊതിപ്പിക്കുക, ആ വാഗ്ദത്തം ഇങ്ങനെ കൊതിപ്പിക്കുക. പക്ഷേ പോകാൻ പറ്റുന്നില്ല. യോർദാൻ പറയും, ഒന്ന് ഇറങ്ങി നോക്കടാ, ഇറങ്ങി നോക്ക്. മരണ യോർദാൻ എന്നാ എൻ്റെ പേര്. ഇറങ്ങി ഒരുത്തനും അക്കരെ എത്തിയിട്ടില്ല. അമ്മേ, മരണ യോർദാൻ പറയുവാണ്, വാഗ്ദത്തം കണ്ടോ, നീ കണ്ട് കൊതിച്ചിരുന്നോ, നിനക്കത് ഞാൻ തരത്തില്ല. വാഗ്ദത്തം കണ്ട് നീ കൊതിച്ചിരുന്നോ, നിനക്ക് ഞാൻ അത് തരത്തില്ല. ആമേ. ദൈവം യോശുവയോട് പറയുക, മക്കളെ, ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്ക്, നാളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ അതിശയം ചെയ്യാൻ പോവാ. നാളെ ഞാൻ നിങ്ങളുടെ ഇടയിൽ അതിശയം ചെയ്യാൻ പോവാ. ദൈവം പറഞ്ഞ അതുപോലെ യോശുവ കേട്ടു. പിന്നെ ദൈവം പറഞ്ഞെന്തോന്നറിയോ? പെട്ടകം തോളെ ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാല് യോർദാന്റെ വക്കത്ത് ചവിട്ടുമ്പോൾ അടകമന രഗജഗലഗടകച്ചസിയ ഹല്ലേലൂയ, നിനക്ക് വിരോധമായിട്ട് ഒഴുകുന്ന, നിന്റെ നന്മയ്ക്ക് വിരോധമായിട്ട് ഒഴുകുന്ന, ഇങ്ങനെ അവൻ ഒഴുകുന്ന, നോക്കിയേ എന്നെ നിങ്ങൾ നോക്കിയേ, ഇങ്ങനെ അവൻ ഒഴുകുന്ന, ഇങ്ങനെ അവനൊരു ഐക്യതയുണ്ട്. ഒന്നിനെ നിന്നെ ഒന്നും അക്കരെ കടത്തത്തില്ല. പക്ഷെ ദൈവം ചെയ്തോ, അവന്റെ ആ ഐക്യതയെ സ്പ്ലിറ്റ് ആക്കി. എന്നെ നോക്കിയേ, അവന്റെ ഐക്യതയെ സ്പ്ലിറ്റ് ആക്കി കണ്ടോ. ഇങ്ങനെ ഒഴുകിയതിനെ ഇതാ ഇങ്ങനെ ആക്കി. ആമേൻ. ഇവിടം വെള്ളം മതിലായിട്ട് നിന്ന്, ഇവിടവും വെള്ളം മതിലായിട്ട് നിന്ന്. ആര് കാലി ഔട്ടിയപ്പോ? സാന്നിധ്യം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാല് ആ വെള്ളത്തിന്റെ വക്കത്തോട്ട് ചവിട്ടിയപ്പോ അടകമന രഗജഗല ഘടക യോർദാന്റെ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നിട്ട് അടകമന അതിനകത്തൂടെ വഴി തുറന്നിട്ട് ജനം അക്കരെ കടന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ ചിലതിനെ നോക്കി ദൂത് വിളിച്ചു പറയുക, നിന്റെ നന്മകൾക്ക് വിരുദ്ധമായി, നിന്റെ തലമുറയുടെ ഉയർച്ചയ്ക്ക് വിരുദ്ധമായി വാമെ കൊതിപ്പിച്ച് നാളുകളായി കൊതിപ്പിച്ച് ആമേൻ. ആ എക്സാമിന്റെ ലാസ്റ്റ് സമയമാകുമ്പോ എന്തെങ്കിലും ഒരു പോരാട്ടം വരും. ആമേൻ. ആ ലാസ്റ്റ് വിഷയത്തിനകത്ത് എന്തെങ്കിലും ഹല്ലേലൂയ ഒരു പരാജയം സംഭവിക്കും. പിന്നെയും ആഴ്ചകൾ, പിന്നെയും മാസങ്ങൾ, അങ്ങനെ കൊതിപ്പിക്കുന്ന ചിലതിനകത്ത് ഇന്ന് രാത്രി സാന്നിധ്യം വഹിക്കുന്ന നീ ദൈവ സാന്നിധ്യം വഹിക്കുന്ന നീ, പെട്ടകം ചുമക്കുന്ന നീ, അഭിഷേകം വഹിക്കുന്ന നീ, നിന്റെ ഉള്ളംകാല് നിന്നോടുള്ള പ്രോമിസ് എന്തുവാ? നിന്റെ ഉള്ളംകാല് ചവിട്ടുന്നത് മൊത്തം നിനക്ക് തരുമെന്നാ. ആമേൻ. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തനും നിലനേരെ നിൽക്കത്തില്ലെന്നാ വാഗ്ദത്തം പറഞ്ഞ് നീ പ്രാർത്ഥിക്ക്. ഏത് മരണയോർദാനായാലും രാത്രി ഉലഞ്ഞു പോകുമെന്ന് ദൈവാത്മാവ് ചിലതിനെ നോക്കി പറയുക, പ്രവചിക്കുക. ആമേൻ. നീ നിസ്സഹായ ചില മണ്ഡലങ്ങളിലല്ലേ, എനിക്ക് കഴിയത്തില്ലെന്ന് നീ പലപ്പോഴും പറയുന്നില്ലേ, നിനക്ക് കഴിയത്തില്ല. പക്ഷേ ദൈവ സാന്നിധ്യം നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോവാ. ദൈവ സാന്നിധ്യം നിനക്ക് വേണ്ടി നിന്നെ കൊതിപ്പിക്കുന്ന ചില മരണയോർദാനെ സ്പ്ലിറ്റ് ആക്കിയിട്ട് നിന്നെ അക്കരെ കടത്താൻ പോവാ. രാത്രി ദൂത് ഞാൻ പറയുമ്പോ ഗെറ്റ് റെഡി എന്നൊരു വാക്ക് പരിശുദ്ധാത്മാ പറയുന്നു. ആമേൻ. ചില പാസ്പോർട്ടുകൾക്കകത്ത് വിസ അടിച്ചു വരുന്നത് പോലെ ദൈവാത്മാവിനെ കാണിക്കുന്നു. ചില പാസ്പോർട്ടുകൾക്ക് വളരെ വേഗത്തിലായിരിക്കും നടക്കുന്നത് കേട്ടോ, വളരെ വേഗത്തിലായിരിക്കും. ആരോടായാലും ദൂത് ഏറ്റെടുത്തോണേ. ഹല്ലേലൂയ. വേഗത്തിൽ ചില ദൈവപ്രവൃത്തി നടക്കും, അത്ഭുതകരമായിട്ട് നടക്കും. എങ്ങനെ നടന്നേന്ന് നിനക്ക് പോലും അത്ഭുതം തോന്നും. അങ്ങനെ ഒരു വിടുതൽ നടക്കാൻ പോവാ. വേണ്ടവർ സ്വീകരിച്ചോ. ഷുമ ഇതെല്ലാവർക്കും ഉള്ള ദൂതല്ല. ആമേൻ. നിന്റെ ജോലി സംബന്ധമായിട്ട് നീ നാളുകളായിട്ട് ഭാരപ്പെടുന്ന ചില വിഷയത്തിനകത്ത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാ അതിന്റെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് നിന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച വ്യക്തികൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറഞ്ഞ് നിന്നെ വിളിക്കാൻ പോവാ. ആത്മാവിൽ ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തോണേ. ഹല്ലേലൂയ. വിളിക്കുക മാത്രമല്ല, നിന്നോട് സൗമ്യമായിട്ട് അവരെ കൊണ്ട് ദൈവം സംസാരിപ്പിക്കും. സൗമ്യമായിട്ട് നിനക്ക് വേണ്ടി അവരെ കൊണ്ട് സംസാരിപ്പിച്ച് നീ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് വെളിപ്പെടുത്തും. ഏറ്റെടുത്ത് ആരാധിക്കുക. ഒരു ഭയങ്കര വിടുതൽ ഇന്ന് രാത്രി ചലിക്കുക. ഒരു അനോയിന്റിങ് ഈ രാത്രി ചലിക്കുക. ഒരു അഭിഷേകം ഇന്ന് രാത്രി മീറ്റിംഗിനകത്ത് ചലിക്കുക. സ്വീകരിക്കേണ്ടവർ സ്വീകരിച്ചോ. അഭിഷേകത്തെ ബഹുമാനിക്കുന്നവർ സ്വീകരിച്ചോ. അഭിഷേകത്തെ റെസ്പെക്ട് ചെയ്യുന്നവർ ഈ മീറ്റിംഗിനകത്ത് പകരപ്പെടുന്ന ദൈവസാന്നിധ്യത്തെ സ്വീകരിച്ചോ. ഉടമന ഡോക്ടർമാരുടെ ചില വാക്കുകൾ കേട്ട് വിഷമിച്ചിരിക്കുന്നവരെ ദൈവാത്മാവിനെ കാണിക്കുന്നു. ഡോക്ടർമാരുടെ ചില വാക്കുകൾ കേട്ട്
ഡോക്ടർമാരുടെ വാക്കുകൾ കേട്ട് വിഷമിച്ചിരിക്കുന്ന ചിലരെ ദൈവാത്മാവിനെ കാണിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ ആ വിഷമത്തെ കർത്തൃസന്നിധിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നീ ആത്മാവിൽ കുതിച്ചോ, നീ ആത്മാവിലൊന്ന് കുതിച്ചോ, നീ ആത്മാവിലൊന്ന് കുതിച്ചോ. നിന്റെ ശരീരത്തിൽ നിന്ന് ആമേൻ അകാരണമായി വന്നു കയറിയ ചിലത് ഇപ്പോൾ അടിച്ചു പോകാൻ പോവാ. ഇപ്പോൾ അടിച്ചു പോകും. ആമേൻ. ദൈവത്തിന്റെ അഗ്നി നിന്റെ മേൽ ഇറങ്ങി, ദൈവത്തിന്റെ തീ നിന്റെ മേൽ ഇറങ്ങി, ഒരു അനോയിന്റിങ് നിന്റെ മേൽ ഇറങ്ങി, ഒരു ഭയങ്കര വിടുതൽ വ്യാപരിക്കാൻ പോവാ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഉടകം ഭരവം ഭജന ജഗൽ കവാന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുക. ഒരു ഭയങ്കര വിടുതൽ ഇന്നത്തെ രാത്രിയില് മീറ്റിംഗ് ദൈവം ചെയ്യാൻ പോവാ. നിനക്ക് വിരോധമായിട്ടുള്ള ചില ആലോചനകളെ ദൈവം അബദ്ധമാക്കാൻ പോവാ. ദാവീദേ, നീ പ്രാർത്ഥിക്കണം കേട്ടോ. നീ തലമുറയിലെ ദാവീദ. ഈ തലമുറയിലെ ദാവീദാ നീ. ഈ തലമുറയിലെ ദാവീദാ നീ. നിന്റെ മേൽ വീണത് സാധാരണ അഭിഷേകമല്ല. നിന്റെ മേൽ വീണത് രാജകീയ അഭിഷേകമാണ്. നിന്റെ മേൽ വീണത് എന്തുവാണ് നീ തിരിച്ചറിയാത്തിടത്തോളം കാലം നീ കടന്ന് വട്ടം കറങ്ങും. നിന്റെ മേൽ വീണ നീ തിരിച്ചറിയാൻ തുടങ്ങുമ്പോ ഹല്ലേലൂയ ആമേൻ, നീ ആത്മാവി ചലിക്കാൻ തുടങ്ങും. നീ ആത്മാവി ചലിക്കാൻ തുടങ്ങും. അനോയിന്റിങ്ങിനകത്ത് ചലിക്കുന്ന ഒരു തലമുറയെ കർത്താവ് ഇന്ന് രാത്രി ഇതിനകത്ത് നിന്ന് പൊക്കിയെടുക്കുക. ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തോണേ, സ്വീകരിക്കേണ്ടവർ സ്വീകരിച്ചോണേ. വ്യത്യസ്തമായ പദശബ്ദങ്ങളാണ് പരിശുദ്ധാത്മ പറയുന്നത്. ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തോണം. അനോയിന്റിങ്ങിനകത്ത് ചലിക്കുന്ന ഒരു തലമുറ, അഭിഷേകത്തിനകത്ത് ചലിക്കുന്ന ഒരു തലമുറ. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ ചിലരുടെ തലയിലോട്ട് പരിശുദ്ധാത്മ വന്ന് കൈവെക്കുന്നത് എനിക്കറിയാം. നിങ്ങൾ ഇരിക്കുന്നിടം തീ കൊണ്ട് നിറയും. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നിടം ദൈവത്തിന്റെ അഗ്നി കൊണ്ട് നിറയും. ഉടമന വിട്ടുകൊടുത്തോണം. നിങ്ങളുടെ തലയിലൊക്കെ കെട്ടിയ കെട്ടുകളൊക്കെ അഴിയുന്ന നിങ്ങൾക്ക് ആത്മാവിൽ അറിയാൻ പറ്റും. ആമേൻ. ഈ മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുമ്പ് സാക്ഷ്യത്തിനായിട്ടൊക്കെ സമയം കൊടുത്ത ചിലരുടെ വിടുതലിന്റെ സാക്ഷ്യങ്ങൾ കേൾക്കത്തക്ക വിധത്തിൽ ഒരു വിടുതല് രാത്രി കർത്താവ് ചെയ്യാൻ പോവാ. സ്കിൻ അലർജികളെ കർത്താവ് ഇന്ന് രാത്രി സൗഖ്യമാക്കുന്നു. സ്കിൻ ഡിസീസുകൾ, സ്കിൻ അലർജി, സ്കിൻ ഡിസീസുകൾ. ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കടിക്കുമ്പോ ശരീരം ചുവന്ന് തടിക്കുന്നത് പോലെ, ശരീരം ചുവന്ന് തടിക്കുന്നത് പോലെ ചില അസ്വസ്ഥതകൾ വന്നിട്ട് ഉറങ്ങാൻ കഴിയാതെ കണ്ണിനകത്തൊക്കെ ഇരുട്ട് കയറുന്ന പോലെ അനുഭവങ്ങൾ രാത്രി ദൈവത്തിനെ അടിക്കുക. അതിന്റെ രക്തത്തിനകത്ത് നിന്ന് അതുമായിട്ട് അലർജിക് സിംറ്റംസിനെ പരിശുദ്ധാത്മ ഇന്ന് രാത്രി വലിച്ചു ദൂരെ കളയുക. ദൈവാത്മാ ആരെ നോക്കി പ്രവചിക്കുന്നു? നിന്റെ കയ്യെ പറ്റി പിടിച്ചിരിക്കുന്ന അണലിയെ തീക്കകത്ത് കൊടഞ്ഞുകള. രാത്രി ഈ മീറ്റിങ്ങിനകത്ത് ഒരു അഗ്നി കത്തുന്നുണ്ട്. ഈ മീറ്റിനകത്തൊരു തീ കത്തുന്നുണ്ട്. സ്വീകരിച്ചോ. ആ തീ നിന്റെ റൂമിനകത്ത് ഇറങ്ങുക. പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല നിനക്കല്ലേ? ആരാധിക്കാൻ കഴിയുന്നില്ല അല്ലേ? മടുപ്പ് വരുവാ അല്ലേ? ബൈബിൾ വായിച്ച് ഉറങ്ങുമ്പോൾ നിനക്ക് ഉറക്കം വരുവാ അല്ലേ? രാത്രി നിന്റെ ആത്മ മനുഷ്യൻ രാത്രി ബലപ്പെടട്ടെ. റെഡിയാകുക. നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. ഈസബേലിന്റെ വാക്ക് കേട്ട് ചൂരച്ചെടിയുടെ തണലിൽ നീ കിടക്കേണ്ടവനല്ല. ഏലിയാവ് എഴുന്നേക്ക്. ആത്മനിയോഗത്തോടെ ഇന്ന് രാത്രി ചിലതിനെ പരിശുദ്ധാത്മ എഴുന്നേൽപ്പിക്കുന്ന രാത്രിയായി മാറട്ടെ. അഭിഷേകത്തോടെ ഇന്ന് രാത്രി ചിലതിനെ ദൈവത്തിന്റെ ആത്മാവ് എഴുന്നേൽപ്പിക്കുന്ന രാത്രിയായി തീരട്ടെ. നാളെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില വിടുതലുകൾ നാളെ രാവിലെ നീ എഴുന്നേൽക്കുമ്പോൾ ചില വിടുതലുകൾ നിന്റെ കണ്ണിന്റെ മുമ്പിൽ കാണാൻ പോവാ. ഹല്ലേലൂയ. വചനം പറയുന്നു, യാക്കോബ് എഴുന്നേറ്റപ്പോ സൂര്യൻ ഉദിച്ചിരുന്നു. ആമേൻ. യാക്കോബ് ഉറക്കമുണ്ട് എഴുന്നേറ്റപ്പോ സൂര്യൻ ഉദിച്ചിരുന്നു. ചില പേരുകൾ നിന്റെ അഡ്രസ് മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തി, പരിശുദ്ധാത്മ തരാൻ പോവാ. ആമേൻ. നിന്റെ അഡ്രസ് നിന്റെ പേര് മാറ്റുന്ന ഒരു വിടുതൽ കർത്താവ് തരാൻ പോവാ. ആമേൻ പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. ചിലരോട് ഞാൻ പ്രവചിക്കാൻ പോവാ. ഷമാൽ ഗനസിയാൽ കാർത്തനി ലെബ്രോണി ഷാംഭവ ലിബി സെബാസ്റ്റ്യൻ എന്ന് കരം ഉയർത്തിയേ. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിനകത്ത് ഇപ്പോൾ വളരെ സമ്മർദ്ദത്തിൽ ഇരിക്കുന്നെന്ന് ദൈവാത്മാവിനോട് പറയുന്നു. ശരിയാണോ? വളരെ സമ്മർദ്ദത്തിനകത്തിരിക്കുക. വീർപ്പ് മുട്ടുന്നത് പോലെ, ഭയപ്പെടുന്നത് പോലെ, ഏതൊക്കെയോ ചില മേഖലയിൽ ഇങ്ങനെ ഭയങ്കര ഒരു ഇപ്പൊ ഞാൻ ഇരിക്കുന്ന കസേരയിൽ 4 പേര് വന്നിരുന്നാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞെരുങ്ങി ഇരിക്കുന്ന പോലെ അനുഭവങ്ങൾ ദൈവാത്മാവിനെ കാണിക്കുന്നു. എന്തൊക്കെയോ ചില വിഷയങ്ങളെ നിങ്ങളുടെ വിഷയങ്ങളെ വിടുതൽ ഈ ദിവസങ്ങളിൽ ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള ചില പ്രതിസന്ധികളുടെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ദൈവാത്മാവ് എന്നോട് പറയുക,
ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു അഭിഷേക തൈലം ആമേൻ ചലിക്കും, ഒരു അഭിഷേക തൈലം ചലിക്കും. അടകമൻ രഗജകല ഘടക ആള് മാറിയതുപോലെ ദൈവം നിന്നെ ആക്കാൻ പോവാ. കഴുതേന്തിയ എന്ന് തിരക്കി നടന്നവനെ തലയിൽ പിടിച്ച് അഭിഷേകം ചെയ്തിട്ട് പറയുക, നിന്നെ ഞാൻ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ. അങ്ങനെ ദൈവാത്മാവിന്റെ കരം ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിനകത്ത് ഇറങ്ങുക. നിങ്ങളുടെ വീട്ടിനകത്ത് ആലയിൽ ഒരു വ്യക്തിയെ ദൈവനെ കാണിക്കുന്നു. എന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത, എന്ത് പറഞ്ഞാലും കേൾക്കാത്ത രീതിയിൽ ഇങ്ങനെ മർക്കട മുഷ്ടിയോടെ നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ദൈവാത്മ തൊടുന്ന സമയങ്ങൾ വരാൻ പോവാന്ന് ദൈവാത്മാനോട് പറയാൻ പറയുന്നു. ആലയിൽ തൊടുന്ന സമയങ്ങൾ വരാൻ പോവാ, തൊടുന്ന സമയങ്ങൾ വരാൻ പോവാ. ഒത്തിരി താമസിക്കത്തില്ല, ദൈവം തൊടും കേട്ടോ. മിണ്ടരുത്. ചിലയിടങ്ങളിൽ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിയാൻ ദൈവാത്മാ പറയുന്നു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിയാൻ ദൈവാത്മാ പറയുന്നു. ഷീമാലിഖാന സഹർത്തിനിയ വിദൂരങ്ങളിലൊക്കെ ചില വിടുതലുകൾ നിങ്ങളുടെ ലൈഫിനകത്ത് വന്നു കയറണം. കാക്ക വന്ന് കൊണ്ടു തരുന്നത് പോലെ. കാക്ക ആർക്കും ഒന്നും കൊടുക്കാത്ത ജീവിയാ. പക്ഷെ ഏലിയാവിനോട് ദൈവം പറഞ്ഞ സ്ഥലത്ത് അവൻ പോയിരുന്നപ്പോൾ ആമേ ഒരിക്കലും തരത്തിലെന്ന് പറഞ്ഞ കാക്ക തന്നെ നന്മ കൊണ്ടുവന്നതുപോലെ ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത ചില ഇടങ്ങളിൽ നിന്ന് നിങ്ങളുടെ ചില വിഷയത്തിന് മേൽ ഇന്ന് രാത്രി ഈ ദൂത് നിങ്ങൾ കേൾക്കുന്ന നിമിഷം തൊട്ട് ഇപ്പോൾ ചലിക്കുന്ന അഭിഷേകം നിങ്ങൾക്ക് വേണ്ടി ചില വിടുതലുകൾ ചെയ്യാം. വരാമേൻ പറഞ്ഞാട്ടെ. ആമേ. സുധ ഒന്ന് കരം ഉയർത്തിയാട്ട്. ആ കണ്ണാടി വെച്ച സിസ്റ്റർ പരിശുദ്ധാത്മ പറയുന്നു, പ്രാർത്ഥനയുടെ ഒരു വരം ദൈവം നിനക്ക് തന്നിട്ടുണ്ട് കേട്ടോ. പ്രാർത്ഥനയുടെ ഒരു വരം കളഞ്ഞു വിളിക്കരുതെന്ന് ദൈവാത്മ പറയുന്നു. പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധയെ തിരിപ്പിച്ചിട്ട് മൂല്യമേറിയ ചിലതിനെ നഷ്ടപ്പെടുത്തി കളയാൻ, മൂല്യമേറിയ ചിലതിനെ എടുത്തു കളയാൻ പിശാച് തന്ത്രങ്ങൾ മെനയുന്നത് ദൈവാത്മാവ് കാണിക്കുകയാണ്. വേറെയൊക്കെ ചില വിഷയങ്ങളിലകത്തേക്ക് ഇൻവോൾവ് ആക്കി വിലപ്പെട്ട ചിലത്, ആമേൻ ഹാലലൂയ, വിലപ്പെട്ട ചിലത് എടുത്തു കളയിക്കാൻ പിശാച് വാദിക്കുന്ന വാദഗതികൾ ദൈവാത്മാവിനെ കാണിക്കുന്നു. ഇന്ന് രാത്രി മീറ്റിങ്ങിനകത്ത് ഒരു അനോയിന്റിങ് ചലിക്കും. ആമേൻ ചില വിഷനുകൾ കണ്ട് പ്രാർത്ഥിക്കാൻ, ചില വിഷനുകൾ കണ്ട് പ്രാർത്ഥിക്കാൻ ഒരു അനോയിന്റിങ് ചലിക്കും കേട്ടോ. രാത്രി അതിനെ സ്വീകരിച്ചോണം. അനേകരുടെ വിഷയങ്ങൾ ദൈവം നിങ്ങളുടെ കൈ തരാൻ പോവാ പ്രാർത്ഥിക്കാൻ. മറ്റുള്ളവരുടെ വിഷയങ്ങൾ കർത്താവ് എങ്ങനെ ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യോ അതുപോലെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കൃപ ഈ ദിവസങ്ങളിൽ ചോദിച്ചോണം. ദൈവം തരാൻ ആഗ്രഹിക്കുക. അടകമന രഗജകലഘടകച്ഛസ്യ ചില പോരുകൾ നിന്റെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ശാരീരികമായിട്ട് ദണ്ഡിപ്പിക്കുന്ന ചില വെല്ലുവിളികളുണ്ട്. പക്ഷെ ദൈവം അതിനെ അഴിക്കും കേട്ടോ. ഹാലിൽ ചില വിഷയങ്ങളിലേക്ക് നോക്കി നീ കണ്ണുനീരൊഴുക്കുന്ന അനുഭവങ്ങളുണ്ട്. ചില പ്രതിസന്ധികളിലേക്ക് നോക്കി നീ അസ്വസ്ഥപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷെ ദൈവം അത് മാറ്റിയിട്ട് ഒരു വലിയ വിടുതലേക്ക് ദിവസങ്ങളിൽ കർത്താവ് കുടുംബമായിട്ട് മാറ്റും. കർത്താവ് ഭയങ്കര വിടുതലുകളായിരിക്കും കേട്ടോ. ആമേൻ. വ്യത്യസ്തമായ ചില വിടുതലുകൾ ഇന്ന് രാത്രി മുതൽ ആരംഭിക്കുമെന്ന് ദൈവാത്മ പറയുന്നത്. ആമേൻ പറഞ്ഞേ. ആമേൻ. സുനീഷ് ഒന്ന് കരം ഉയർത്തിയേ. പെരുമ്പാലം. ഹാലേലൂയ. കർത്താവിന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് കേട്ടോ. ഹാലേലൂയ. നട്ടപ്പോഴും ഒരു കുട്ട, പറിച്ചപ്പോഴും ഒരു കുട്ട എന്നുള്ള ഒരു അനുഭവത്തിൽ പോകാനല്ല ദൈവം നിങ്ങളെ കണ്ടേക്കുന്നത്. ഹാലേലൂയ. ആമേൻ. നിങ്ങളെ ഒരു വലിയ സംഘാടക മണ്ഡലത്തിലേക്ക് കർത്താവിന് പ്രയോജനപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. ഒരു അന്ത്രയോസിനെ പോലെ പല വിഷയങ്ങളുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും അതിനകത്തൊരു മഹത്വം എടുക്കാതെ ഒരു വലിയ അതിനകത്തൊരു മഹത്വം എടുക്കാതെ മഹത്വം കർത്താവിന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷ ദൈവം തരാൻ പോവാ. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായോ? അന്ത്രയോസ് വിഷയങ്ങളുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നവനായിരുന്നു. ഇവിടെ ഒരു ബാലകനുണ്ട് എന്ന് പറഞ്ഞ ആ ബാലകന്റെ അടുത്ത് പോലും ഇറങ്ങിച്ചെന്നിട്ട് വിഷയങ്ങളെ മറുപടി കണ്ടുപിടിക്കാൻ അന്ത്രയോസിനെ ദൈവം ഉപയോഗിച്ചതുപോലെ ഈ കാലഘട്ടത്തിലെ അന്ത്രയോസിന്റെ മേൽ പകരപ്പെട്ടുള്ള ഒരു അഭിഷേക ശുശ്രൂഷ നിങ്ങളെ കർത്താവ് ഏൽപ്പിക്കാൻ ആഗ്രഹിക്കും കേട്ടോ. ആരുടെ മുമ്പിലും അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത ആളാ. എങ്ങനെങ്കിലും ഒതുങ്ങി ഇങ്ങനെ മാറി നിന്നാ മതി എന്നാ. പക്ഷെ ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഒരു അന്ത്രയോസിനെ കൊണ്ട് എങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്തെടുത്തോ അതുപോലെ കർത്താവിന് ചെയ്യാൻ പദ്ധതിയുണ്ട്. രാത്രി ഏൽപ്പിച്ചു കൊടുത്തോ. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവാ. കരങ്ങൾ അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില വെല്ലുവിളികളെ ദൈവം അഴിക്കട്ടെ. ചില വിടുതലുകളെ കർത്താവ് ഇന്ന് രാത്രി ആമേൻ അയക്കട്ടെ. ആമേൻ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഹാലലൂയ. റിൻഡു സൂരജ് ഒന്ന് കരമുയർത്തിയാട്ടെ. റിൻഡു സൂരജ്. ഹാലലൂയ. നിനക്ക് കർത്താവ് പറയുന്ന നിന്റെ ഭാവി ഭയങ്കരമായ ശോഭനമായ രീതിയിലേക്ക് കർത്താവ് മാറ്റും. 3 ഘട്ടങ്ങൾ നിന്റെ ലൈഫിലുണ്ട്. ഇപ്പോൾ ആരംഭ ഘട്ടത്തിൽ നീ ആയിരിക്കുക.
ഈ ആരംഭഘട്ടത്തിനകത്ത് ഉയർച്ചകൾ താഴ്ചകൾ ഉയർച്ചകൾ താഴ്ചകൾ, ഇങ്ങനെ സ്പീഡിൽ പോകുന്ന ഒരു വാഹനം ഗട്ടർ കാണുമ്പോൾ പിടിച്ചു നിർത്തുന്നത് പോലെ വീണ്ടും ആ ഗട്ടർ കഴിഞ്ഞ് ഫസ്റ്റ് സെക്കൻഡ് ഇട്ട് അങ്ങനെ പോകുന്ന ഒരു അനുഭവത്തിലാണ് ഇപ്പോൾ നീ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവം റൂട്ട് മാറ്റും കേട്ടോ. ഒരു പ്രത്യേക ആമേൻ അനുഭവത്തിൽ ദൈവം നിന്നെ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് ആമേൻ ഏതോ ഒരു മേഖലയുമായിട്ട് കർത്താവ് നിന്നെ കണക്ട് ചെയ്യും. ഏതോ ഒരു മേഖലയുമായിട്ട് കർത്താവ് നിന്നെ കണക്ട് ചെയ്യും. അവിടെ നിന്റെ സ്വഭാവത്തെ ദൈവം രൂപകൽപ്പന ചെയ്യും. അവിടെ നിന്റെ സ്വഭാവത്തെ ദൈവം പണിതിട്ട് അടുത്ത നിന്റെ ചില വാക്തത്വപരമായ ഉയർച്ചയിലേക്ക് ദൈവം അവിടെ നിന്നെ അടുത്തൊരു സ്റ്റെപ്പായിട്ട് നിന്നെ മാറ്റും. അതാണ് കർത്താവിനോട് നിന്നെ കുറിച്ച് പറയാനായിട്ട് പറയുന്നത്. രാത്രി മറിയ പറഞ്ഞതുപോലെ പറഞ്ഞാട്ടെ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ എൻ്റെ ലൈഫിൽ ഉണ്ടാകട്ടെ, സംഭവിക്കട്ടെ. റേഖേമേനെ ഷാമാന റഖസിയ റേഖേമേനെ റോബോനിയ ലബ്രോസിയ ലഖറമ. ചില ദാരിദ്ര്യ പിശാചുക്കൾ രാത്രി മീറ്റിങ്ങിനകത്ത് അഴിഞ്ഞു പോകുന്ന എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദാരിദ്ര്യം കൊണ്ടുവരുന്ന അനുഭവങ്ങൾ, ദാരിദ്ര്യം, സാമ്പത്തിക നഷ്ടങ്ങൾ വന്ന് സാമ്പത്തിക പ്രതിസന്ധികൾ വന്ന് വീർപ്പ് മുട്ടുന്ന ചില വ്യക്തികൾ. ജോണി ഒന്ന് കരമുയർത്തിയേ. ഞാൻ ഈ പറഞ്ഞ വിഷയം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെന്ന് ദൈവം എന്നോട് പറയുന്നു. യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി നിങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ദാരിദ്ര്യത്തിന്റെ മണ്ഡലങ്ങൾ എത്ര കര കയറാൻ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. അങ്ങനെയുള്ള ചിലത് ഇന്ന് രാത്രി കർത്താവ് അഴിക്കാൻ പോവാ. അഭിഷേകം വീട്ടിനകത്ത് ഇറങ്ങണം കേട്ടോ. ദൈവമാത്രം വീട്ടിനകത്ത് ഇറങ്ങണം. ആള് മാറിയതുപോലെ ദൈവം ചിലതിനെ ആക്കും. വ്യത്യസ്തമായ ഒരു വിടുതൽ നിങ്ങളുടെ വീട്ടിനകത്ത് കർത്താവ് ഇന്ന് രാത്രി അയക്കുക, ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞത് അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പ് ദാവീദിന്റെ ഒരു ഘട്ടം ഞാൻ പറഞ്ഞില്ലേ. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പ്. ഹല്ലേലൂയ. എന്നാൽ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അഭിഷേകം പ്രാപിച്ചതിന് ശേഷം. ആമേൻ. ഹല്ലേലൂയ. നോക്കിയേ, അവനെ അഭിഷേകം ചെയ്യുന്നത് എങ്ങനെയാ? സഹോദരന്മാരുടെ നടുവിൽ അവനെ അഭിഷേകം ചെയ്യുന്നത് അല്ലേ. ഇന്ന് രാത്രി ചില പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവം നിനക്ക് വഴി തുറക്കാൻ പോവാം. കാരണം നമ്മുടെ കർത്താവിന്റെ സ്ഥാനം എപ്പോഴും നടുവിലാണ്. നമ്മളതിന് ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് പറഞ്ഞേ? 2-3 പേരെന്റെ നാമത്തിൽ കൂടി വരുന്നവിടെ നടുവിൽ ഇല്ല, അങ്ങനെയല്ലേ പ്രാർത്ഥിച്ചേ? കർത്താവുണ്ട്. യേശു കർത്താവിന്റെ 12ാമത്തെ വയസ്സില് അധ്യക്ഷന്മാരുടെ മതപണ്ഡിതന്മാരുടെ നടുവിൽ ഇല്ലേ, കർത്താവരുടെ നടുവിലായിരുന്നു നിന്നെ. ആണോ അല്ലയോ? പിന്നെ കർത്താവിനെ ക്രൂശിച്ചത് എവിടാ? 2 കള്ളന്മാരുടെ നടുവില്. 2 കള്ളന്മാരുടെ നടുവിൽ, ആകാശത്തിനും ഭൂമിക്കും മധ്യേ നടുവില്. ഉയർത്തെഴുന്നേറ്റ് യേശു ശിഷ്യന്മാരെല്ലാം പേടിച്ചിരിക്കുമ്പോ എന്തോ ചെയ്തു? അവരുടെ നടുവില് അല്ലേ. ഹല്ലേലൂയ. ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴോ 7 പൊൻനിലവിളക്കുകളുടെ നടുവില്, 7 പൊൻനിലവിളക്കുകളുടെ നടുവില് ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട് കേട്ടോ. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ഹല്ലേലൂയ, എനിക്ക് നിങ്ങളുടെ ഇടയിൽ വസിക്കാൻ ഒരു മന്ദിരം ഉണ്ടാക്കണം. വീണ്ടും പ്രവാചക പുസ്തകത്തിൽ പറയുന്നു, യഹോവ രക്ഷിക്കുന്ന വീരനായി നമ്മുടെ മധ്യേ ഇരിക്കുന്നു. ആ ദൈവം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വഴി തുറക്കുന്നത് പ്രതികൂലങ്ങളുടെ നടുവില. സ്വത്രം പറഞ്ഞേ, പ്രതികൂലങ്ങളുടെ നടുവില. പത്രോസിനെ നിങ്ങൾ നോക്കിയേ, 2 കള്ളന്മാരുടെ നടുവിൽ കിടക്കുക, 2 പടയാളികളുടെ നടുവിൽ അവൻ കിടക്കുന്നത്. 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടു ഇല്ലേ. ചങ്ങല ദൂതം വന്ന് വിലാപ്പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു ചാടി എഴുന്നേക്കാൻ പറഞ്ഞു. ചാടി എഴുന്നേറ്റപ്പോ ചങ്ങല അഴിഞ്ഞു, പടയാളി അറിഞ്ഞില്ല. ഒരു ദൂത് ഞാൻ പറയാം, നിന്നെ ബന്ധിച്ചവൻ അറിയാതെ നിന്റെ ബന്ധനത്തെ അഴിക്കാൻ ദൈവത്തിന് കഴിയും. ബന്ധിച്ചവൻ അറിയത്തില്ല നിന്റെ ബന്ധനം അഴിയുന്നത്. അങ്ങനെ അല്ല വിടുതൽ ഇന്ന് രാത്രി മീറ്റിങ്ങിനകത്ത് ദൈവം അയക്കും. ദൂതം തട്ടിയിട്ട് പറഞ്ഞു എഴുന്നേക്കാൻ പറഞ്ഞു, അര മുറുക്കാൻ പറഞ്ഞു. അരയ്ക്ക് എന്തോ കെട്ടി? സത്യം കെട്ടി. സത്യം രാത്രി സത്യം കെട്ടിക്കോണം കേട്ടോ. അരയ്ക്ക് കെട്ടേണ്ട സത്യമാ. സത്യമില്ലെങ്കിൽ നിന്റെ അരയുടെ ഏപ്പഴിയും. ബേൽശസ്സറിന് സംഭവിക്കും. അരയുടെ ഏപ്പഴി അവന്റെ കാലുമുട്ടാടിപ്പോയി. സത്യത്തിന് വേണ്ടി നിന്നോണം കേട്ടോ. തല പോകേണ്ടി വന്നാലും സത്യത്തിന് വേണ്ടി നിന്നോണം. ചില നക്കാപ്പിച്ചായ്ക്ക് വേണ്ടി
ഹല്ലേലൂയ. കള്ളം പറയുന്ന അനേകരെ എനിക്കറിയാം. നിഷ്കളങ്കരായിട്ടുള്ള ചിലരുടെ നന്മകളെ ഹല്ലേലൂയ ആമേൻ മോഷ്ടിക്കുന്നവരെ എനിക്കറിയാം. അവരുടെയൊക്കെ ചക്രവർത്തമാനം കേട്ടാല് സ്തോത്രം, രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് പറയും, നോ, അരയ്ക്ക് സത്യം കെട്ടിക്കോണം. തല പോകേണ്ടി വന്നാൽ ഈ പ്രമാണം വിട്ട് ചലിക്കരുത്. ഈ വചനത്തിന് വേണ്ടി ഞാനും നിങ്ങൾ നിന്നാൽ ഈ വചനത്തിന്റെ ദൈവം എനിക്ക് നിനക്കും വേണ്ടി നിൽക്കും. ആ ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് നിനക്ക് വേണ്ടി ദൈവം നിൽക്കുമെന്നേ ഉറപ്പാ. ഇപ്പോഴത്തെ കഷ്ടതയൊക്കെ മാറും, ഇപ്പോഴത്തെ വേദനയൊക്കെ വേഗത്തിൽ മാറും. പ്രമാണം വിട്ട് ചലിക്കരുത്. അര കെട്ടാൻ പറഞ്ഞു, അരയ്ക്ക് സത്യം കെട്ടി. സത്യം എന്തുവാ? സത്യം യേശു ക്രിസ്തുവാ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവൻ. യേശുവിനെ അരക്ക് കെട്ടിയ. അടുത്തെന്തോ പറഞ്ഞ? ചെരുപ്പിടാൻ പറഞ്ഞു. ചെരുപ്പ് എന്തിനാ കാണിക്കുന്നത്? സുവിശേഷ ഘോഷണത്തിനുള്ള ഒരുക്കം. കാലിന് ചെരുപ്പ്. ചെരുപ്പ് ആ അവന്റെ ചെരുപ്പിനെ ഹേരോദാ ഊരിച്ചതാ. നീ ഇനി സുവിശേഷം പറയുന്നൊന്ന് കാണണം, ഇനി പ്രാർത്ഥിക്കുന്നൊന്ന് കാണണം. രാത്രി അങ്ങനെ ചില ഈ മീറ്റിങ്ങിനകത്ത് കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ദൂത് വരുന്നത്. നിന്റെ പ്രാർത്ഥനയെ സ്റ്റോപ്പ് ചെയ്യിച്ച്, നിന്റെ മിനിസ്ട്രിയെ സ്റ്റോപ്പ് ചെയ്യിച്ച് വാഴാൻ നിൽക്കുന്ന ചില ഹേരോദ്യ വ്യാപാരങ്ങളുടെ മേൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ അവരെ എഴുന്നേക്ക്, അരകെട്ട്, ചെരുപ്പിട്, ചെരുപ്പിട്. നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല, നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല, നിന്റെ മിനിസ്ട്രി അവസാനിച്ചിട്ടില്ല. ഹല്ലേലൂയ. 2022 കഴിഞ്ഞതേ ഉള്ളൂ. നീ കഴിഞ്ഞിട്ടില്ല. നിന്റെ മിനിസ്ട്രി അവസാനിച്ചിട്ടില്ല. ഈ വർഷം നിനക്ക് മിനിസ്ട്രി ഉണ്ട്. ആമേൻ പറഞ്ഞ ഏറ്റെടുക്കേണ്ടവരുണ്ട്, ഏറ്റെടുത്തു. ഈ 23 നിനക്ക് ഇനി ശുശ്രൂഷ ഉണ്ടെന്ന്. ഓ, നിങ്ങളാരും ഒന്നും പറയുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആമേൻ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവളാ നീ, പ്രയോജനപ്പെടേണ്ടവനാ നീ. ഒത്തിരി കാര്യങ്ങൾ നിനക്ക് ചെയ്യാനുണ്ട് കേട്ടോ, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ചെരുപ്പിടാൻ പറ. ചെരുപ്പിട്ട് സമാധാന സുവിശേഷം ഒരുക്കം. കാലിന് ചെരുപ്പ്. സുവിശേഷം എന്തുവാ? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്ന എന്റെ സുവിശേഷം. ഹല്ലേലൂയ. അപ്പൊ കാലിൽ ചെരുപ്പിട്ട്. അടുത്തെന്തോ പറഞ്ഞേ? വസ്ത്രം പുതയ്ക്കാൻ പറഞ്ഞു. വസ്ത്രം എന്തിനാ കാണിക്കുന്നത് അറിയോ? ജീവിതത്തെ കാണിക്കുന്നത്. നമ്മുടെ വസ്ത്രത്തെ പിരളരുത്. ആമേ, കറ പുരളരുത് കേട്ടോ. ജീവിതം പവിത്രമായി സൂക്ഷിച്ചോണം. ആമേ. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ ഏശാവിനെ പോലെ നമ്മൾ ആവരുത്. ഹല്ലേലൂയ. അരിമനാഥനെ തള്ളിക്കളഞ്ഞ ആമേ യൂദായെ പോലെ നമ്മൾ ആകരുത് പണത്തിന് വേണ്ടി കേട്ടോ. നിൽക്കണം, ജീവിതത്തെ കാത്തു സൂക്ഷിച്ച്. എങ്കിലേ നിത്യത ചെല്ലാൻ പറ്റത്തുള്ളൂ, എങ്കിലേ നിത്യത ചെല്ലാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ കിടക്കും. അന്യഭാഷയൊക്കെ പറയുന്നേ ഉള്ളൂ, ഇവിടെ കിടക്കും. ജീവിതം പവിത്രമായി സൂക്ഷിച്ചോണം. വസ്ത്രം പുതയ്ക്കാൻ പറഞ്ഞില്ലേ? ജീവിതവും അഭിഷേകം രണ്ടല്ല. ഒരു പക്ഷിയുടെ ചിറക് പോലെ, ഒരു നാണയത്തിന്റെ 2 വശം പോലെ, ഒരേ കാര്യത്തിന്റെ 2 ഘടകമാണ്. ഒത്തിരി പേർക്ക് അഭിഷേകമുണ്ട്, ജീവിതമില്ല. അതിന്റെ മറു സൈഡ് പറയാം, ഒത്തിരി പേർക്ക് ജീവിതമുണ്ട്, അഭിഷേകമില്ല. രണ്ടും പറ്റത്തില്ല. രണ്ടും വേണം. ജീവിതവും വേണം, അഭിഷേകവും വേണം. നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കുന്ന തിമത്തിയോസിനോട് പൗലോസ് പറയുന്നത്. അഭിഷേകം ഉണ്ടെങ്കിലേ മറ്റുള്ളവരെ നമുക്ക് നേടാൻ പറ്റും. ജീവിതം ഉണ്ടെങ്കിലേ നമുക്ക് ദൈവസന്നിധി ചെല്ലാൻ പറ്റും. ഹല്ലേലൂയ. നിങ്ങളിവിടെ ഉണ്ടോ ദൈവമക്കളെ? ഇങ്ങനൊക്കെയാ വിനുപ്പാർഷ സൂക്ഷിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. 1-2 പേരൊക്കെ ഇരുന്ന് ഉറങ്ങുന്നു. നിങ്ങൾ ലീവ് ചെയ്തിട്ട് പോയി കിടന്നുറങ്ങിക്കോ, കുഴപ്പമില്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. മടങ്ങി വരട്ടെ. വസ്ത്രം പറിച്ചിട്ട് എന്റെ പിന്നാലെ വരാൻ പറഞ്ഞില്ലേ? ദൂതൻ പറഞ്ഞ എന്തുവാ? എന്റെ പിന്നാലെ വരിക. അപ്പൊ പത്രോസ് ദൂതന്റെ പുറകെ പോവാ. അവർ 1-ാം കാവലും 2-ാമത്തതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിക്കലെത്തി. 1-ാം കാവലെന്ന വാതിലല്ല, കാവല്. ബാക്കി എത്ര പടയാളികളുണ്ട്? 16 പേര്. 2 പേര് അപ്പുറം ഇപ്പുറം കിടക്കുക. അവരറിഞ്ഞില്ല ബന്ധനം കഴിഞ്ഞത്. ബാക്കി 14 പേരുണ്ട്. 2 കാവലായിട്ട് നിൽക്കുക, അപ്പുറം ഇപ്പുറമായിട്ട്.
അതിന്റെ നടുവിലൂടെ ദൂതം പോവുക മുന്നേ. അമ്മാര് കണ്ടോ? അമ്മാര് കണ്ടില്ല. രാത്രി ചിലതിന്റെ കണ്ണിനെ മറച്ചിട്ടാണെങ്കിലും നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തുറന്നിരിക്കും. ദൈവം തുറന്നു തന്നിരിക്കും. ആമേൻ. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത്. ദൈവം തുറക്കും, ഒരു സംശയമില്ല കേട്ടോ. ചിലരുടെ കണ്ണിനെ മറച്ചിട്ടാണെങ്കിലും. ഹല്ലേലൂയ. മടങ്ങി വരട്ടെ. ഇത്തിരി അനുഭവങ്ങളൊക്കെ പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷേ കർത്താവ് എന്നെ ആ രീതിയിലോട്ട് ഗൈഡ് ചെയ്യുന്നില്ല കേട്ടോ. ഹല്ലേലൂയ. മടങ്ങി വരട്ടെ. പ്രീസിതോ ദൂതന്റെ പുറകെ പോവാ. പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി. അവിടെ വായിക്കുന്ന വചനം എന്തുവാ നിങ്ങൾക്കറിയാം. അത് അവർക്ക് സ്വതവേ തുറന്നു. സ്വത്രം പറഞ്ഞാട്ടെ. താക്കോലില്ലാതെ ചില വാതിലുകൾ തുറക്കും കേട്ടോ. നിനക്ക് വേണ്ടി താക്കോലില്ലാതെ. ഒന്നുകൂടെ പറഞ്ഞാൽ നീ പരീക്ഷ എഴുതാതെ ചില പോസ്റ്റിൽ എത്താൻ പോവാ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചു, ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തു. എനിക്കറിയാം എല്ലാവരും ഒന്നും ഏറ്റെടുക്കുന്നില്ല. നമുക്കറിയാം, ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ അറിയാം. നിങ്ങൾ പലരും പ്രസംഗം കേൾക്കാനിരിക്കുന്ന ഒരു ലാഘവത്തോടെ ഇരിക്കുന്നെന്ന് എനിക്കറിയാം. ഞങ്ങളുടെയൊക്കെ മീറ്റിങ്ങിലായിരുന്നു ഈ ദൂതൊക്കെ പറഞ്ഞെങ്കിൽ പിന്നെ പടപടാ ദൂതുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ നിങ്ങൾ? നിനക്ക് വേണ്ടി ഒരുത്തന്റെ റെക്കമെൻഡ് ഇല്ലാതെ വഴി തുറക്കുമെന്ന്. താക്കോലില്ലാതെ വാതിൽ തുറക്കുമെന്ന്. താക്കോലില്ലാതെ വാതിൽ തുറക്കും. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. മറ്റ് പലർക്കും പരിശുദ്ധാത്മാവിനെ വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു കാഴ്ച ഞാൻ പറയാം. മറ്റ് പലരും പരീക്ഷ എഴുതിയാലേ ചിലയിടത്ത് ചെല്ലാൻ പറ്റും. പക്ഷെ ദൈവം നിനക്ക് വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒരു സ്പെഷ്യൽ പാക്കേജ് ആർക്കാന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഏറ്റെടുക്കുന്നെങ്കിൽ ഏറ്റെടുത്തോ, ഇല്ലേ ഞാനത് സ്വീകരിക്കുക. ഒരു സ്പെഷ്യൽ പാക്കേജ് നിനക്ക് വേണ്ടി കർത്താവ് തുറക്കാൻ പോവാ. ആമേൻ. നിനക്ക് വേണ്ടി കർത്താവ് തുറക്കും. നിനക്ക് വേണ്ടി കർത്താവ് തുറക്കും. ആമേൻ പറ. നിനക്ക് വേണ്ടി കർത്താവ് തുറക്കും ഒരു സ്പെഷ്യൽ പാക്കേജ്. അത്ഭുതപ്പെടും ചിലർ. നിന്നെ നോക്കി ചിലർ അത്ഭുതപ്പെടും. ഇതെങ്ങനെയാണോ നിനക്ക് കിട്ടിയെന്ന്. ഓ ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തോ, ഏറ്റെടുക്കാമെങ്കിൽ ഏറ്റെടുത്തോ. ഇതെങ്ങനെ നിനക്ക് കിട്ടിയെന്ന് അവര് ചോദിക്കും. നീ പറയും യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇങ്ങനെ പറയത്തക്ക വിധത്തിലൊരു വിടുതൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിക്കാൻ പോവാ. രാത്രി ചലിക്കാൻ പോവാ. സ്വീകരിക്കേണ്ടവർ സ്വീകരിച്ചു, ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തു. എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പലവട്ടം എഴുതി പരാജയപ്പെട്ട ഏതോ ഒരു പെൺകുട്ടിയെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ആരാന്ന് ദൈവം പറയുന്നില്ല. എക്സാം എഴുതി പരാജയപ്പെട്ട് ജീസസ്. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് വേണേ നിങ്ങളുടെ തമ്പ് വേണേ ഒന്ന് ഇട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവാത്മാവിനെ അങ്ങനെ കാണിക്കുന്നു. എക്സാം എഴുതി പരാജയപ്പെട്ടു. ഇന്ന് രാത്രി അങ്ങനെയുള്ളൊരു വ്യക്തിയെ ദൈവാത്മാ ഇന്ന് രാത്രി ഇനി നീ ഒറ്റ വട്ടം എഴുതത്തുള്ളൂ. അത് നിന്റെ വിജയത്തിന് വേണ്ടിയായിരിക്കും നീ എഴുതുന്നത്. ഇനി ഒരൊറ്റ വട്ടം നീ എഴുതത്തുള്ളൂ. അത് കർത്താവ് പറയുമ്പോഴേ നീ എഴുതത്തുള്ളൂ കേട്ടോ. കർത്താവ് പറയുമ്പോഴേ നീ എഴുതത്തുള്ളൂ. ആവശ്യമില്ലാതെ നീ എഴുതത്തില്ല. കർത്താവിന്റെ ശബ്ദം നീ ഓഡിയബിൾ വോയിസ് ആയിട്ട് നീ കേൾക്കും. ഓഡിയബിൾ വോയിസ് ആയിട്ട് നിന്റെ കാതുകളിൽ കേൾക്കും. അതുവരെ നീ വെയിറ്റ് ചെയ്യണം. അതുവരെ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതുവരെയും നീ കർത്താവിന്റെ ശബ്ദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. യെസ്, 1-2 പേര് ഇപ്പോൾ തമ്പ് ഇട്ടേക്കുക. ആമേൻ. ഒരു സുബി കെ മാത്യു, പിന്നെ ഒരു പാസ്റ്റർ ഷിജൻ. ആമേൻ. ഇങ്ങനെ 2 പേര് ഇപ്പോൾ ഇട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. കർത്താവ് വെളിപ്പെടുത്തിയതായതുകൊണ്ട് അതിൻ്റെ മേൽ വിടുതല. ആമേൻ. ഞങ്ങളുടെ മീറ്റിംഗ് വരുന്നവരോട് ചോദിച്ചാൽ അറിയാം. ദൈവാത്മ വെളിപ്പെടുത്തിയ ഒരു കാര്യം പറഞ്ഞാൽ അത് അവരെങ്ങനെ ഏറ്റെടുക്കുമോ അതിൻ്റെ മേൽ അന്നേരം വിടുതല നടക്കും. രാത്രി നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ആ പേര് പറയപ്പെട്ട 2 പ്രിയപ്പെട്ടവർക്കായി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് വെളിപ്പെടുത്തിയൊരു വിഷയമാണല്ലോ അത്. പലവട്ടം എക്സാം എഴുതിയിട്ടു പരാജയപ്പെട്ട് ഇനി എഴുതണ്ട എന്ന് പോലും തോന്നി ആകെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു അനുഭവം ദൈവാത്മാവിനെ കാണിച്ചല്ലോ കർത്താവെ. ആ പ്രിയപ്പെട്ടവർ 2 പേർക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുക കർത്താവെ. ഏത് എക്സാം ആണെന്ന് എളിവൻ അറിയത്തില്ല, എന്താണെന്ന് ഞങ്ങൾ അറിയുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം, ഇറങ്ങി നിൽക്കുന്ന ദൈവകൃപ,
അങ്ങനെയുള്ളവരുടെ മേൽ ഇറങ്ങിച്ചെന്നൊരു ഭയങ്കരമായ വിടുതലിനെ വെളിപ്പെടുത്തണമേ. ഭയങ്കര ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. നാളെ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു അത്ഭുതത്തിലേക്ക്. ഹല്ലേലൂയ. കർത്താവ് ഇന്ന് രാത്രി കഴിഞ്ഞ് നാളെ എഴുന്നേൽക്കുമ്പോൾ അവരെ കയറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ണിൻ്റെ മുമ്പിൽ നടക്കുന്ന സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് വിശ്വസിക്കാൻ കഴിയാത്തവർ സ്വതവേ ചില വാതിലുകൾ തുറക്കട്ടെ. സ്വതവേ 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 ചില തുറക്കാൻ പോവാ. നിന്റെ ഒരു എഫർട്ടും അതിനകത്ത് ആവശ്യമില്ല. പരിശുദ്ധാത്മ ഫുൾ എഫർട്ട് എടുക്കാൻ പോവാ അതിനകത്ത്. ഫുൾ എഫർട്ട് പരിശുദ്ധാത്മ അതിനകത്ത് എടുക്കാൻ പോവാ. വിശ്വസിച്ചാൽ മാത്രം മതി. നീ അത് ദൈവത്തിലെ നീ അത് വിശ്വസിച്ചാൽ മാത്രം മതി. പരിശുദ്ധാത്മ അത് ചെയ്യാൻ പോവാ. മഹത്വം മുഴുവനും കർത്താവിന് ഞാൻ കൊടുക്കുക. രാത്രി അത് ദൈവം ചെയ്യട്ടെ. രാത്രി കർത്താവ് അത് ചെയ്യട്ടെ. വലിയൊരു വിടുതലേക്ക് ദൈവം നിന്നെ നയിക്കാൻ പോവാ. ആമേൻ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയാ. പിന്നെ പറഞ്ഞു വന്ന മെസ്സേജിന്റെ പ്രാരംഭ പോയിന്റ് പോലും പറഞ്ഞില്ല. ആലോചനകളെ അബദ്ധമാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. തെറ്റായിട്ടുള്ള ചിന്തകളെ. ഹല്ലേലൂയ. കേട്ടോ, ദാവീദ് എന്തോ പ്രാർത്ഥിക്കുന്നേ? ദാവീദിന്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അവന്റെ അഭിഷേകം വീണ് കഴിഞ്ഞുള്ള ട്രെയിനിങ് പീരീഡാണ്. അഭിഷേകം വീണ് കഴിഞ്ഞ ദൈവം ഒരു ട്രെയിനിങ് വെക്കും നിന്നെ വിശ്വസ്തൻ എന്ന് തെളിയാനായിട്ട്. കേട്ടോ, പലരും ഇതിനകത്തിരിക്കുന്ന പലരും ട്രെയിനിങ് പീരീഡില്ല. ഇതിനകത്തിരിക്കുന്ന പലരും ട്രെയിനിങ് പീരീഡിലാണ് ഇപ്പോൾ മീറ്റിങ്ങിനകത്തിരിക്കുന്നത്. നീ ഭാരപ്പെടണ്ട. നിന്റെ ട്രെയിനിങ് പീരീഡ് കഴിയുന്ന സമയമാകുമ്പോൾ നിനക്കൊരു ഒരു 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 പ്രൊമോഷൻ ഉണ്ട്. നിനക്കൊരു മാന്യതയുണ്ട്. അത് ദൈവം തരുന്ന പ്രൊമോഷനാണ്. ദൈവം തരുന്ന മാന്യതയാണ്. വിളിച്ചു വരുത്തി ദൈവം നിനക്കത് തരും. വിളിച്ചു വരുത്തി ദൈവം നിനക്കത് തരും. കേട്ടോ, ഹല്ലേലൂയ. ദൈവം അങ്ങനെ പറയുക. ആ പത്രോസിന്റെ കാര്യം നോക്കിയേ. അവന്റെ കണ്ണിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജയില് കാരാഗ്രഹത്തിന് വെളി വന്നപ്പോൾ ദൂതൻ അവനെ വിട്ടുപോയി. പക്ഷെ അവിടെ വചനം വായിക്കുന്നത് പത്രോസിന് സുബോധം വന്നെന്ന്. അപ്പൊ ഇതുവരെ നടന്ന അവന്റെ കണ്ണുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? വിശ്വസിക്കാൻ പറ്റിയില്ല. 2023 നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ എത്ര പേര് ആമേൻ പറയും? സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ നിന്റെ കണ്ണിന്റെ മുമ്പിൽ നടക്കുന്നതെന്ന് നിനക്കൊന്ന് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ഞാനത് ഏറ്റെടുക്കുക. നിങ്ങൾ ഏറ്റെടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാനത് ഏറ്റെടുക്കുക. 2023 അത് സംഭവിക്കും. 2023 നിന്റെ ലൈഫിൽ അത് സംഭവിക്കും. നാളുകളായിട്ട് നീ കേട്ട ചില പ്രവചനങ്ങൾ ഈ വർഷം നീ കേൾക്കുവല്ല, അത് നീ പ്രാപിക്കും. ചില ആത്മനിയോഗത്തിന്റെ കണ്ടുമുട്ടലുകൾ നിന്റെ ലൈഫിലുണ്ടാവും. ആത്മനിയോഗത്താൽ ദൈവാലയത്തിലേക്ക് ചെന്നു എന്ന് വായിക്കുന്ന ശിമ്യോനെ പോലെ ഉണ്ടോ നിയോഗത്തിന്റെ യാത്രകൾ. ശിമ്യോൻ ഒരുപക്ഷെ അന്ന് വയ്യാന്ന് പറഞ്ഞ അവിടെ കടന്നിരുന്നെങ്കിൽ യേശു കുഞ്ഞിനെ കാണാൻ പറ്റുമായിരുന്നോ? പിന്നെ കാണുന്ന എപ്പോഴാ? 12 വർഷം കഴിഞ്ഞിട്ടേ കാണാൻ പറ്റൂ. കേട്ടോ, നിയോഗത്തിന്റെ ചില കൂടിച്ചേരലുകൾ നിനക്കുണ്ടാകാൻ പോവാ. നിയോഗത്തിന്റെ ചില കൂടിച്ചേരലുകൾ. ദൂത് ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തോണം. കേട്ടോ, ഇതെല്ലാവരോടും ഉള്ള ദൂതല്ല. നിയോഗത്തിന്റെ ചില കൂടിച്ചേരലുകൾ നീയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് തരാൻ പോവാ. ചിലപ്പോൾ ചില ആത്മീയരായിട്ടുള്ള വ്യക്തികളെ ആയിരിക്കാം നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത്. ചില കുടുംബങ്ങളെ ആയിരിക്കാം. എനിക്കറിയത്തില്ല. പരിശുദ്ധന്മാരോട് അങ്ങനെ പറയുന്നുണ്ടോ ഞാൻ പറയുന്നത്? യേശുവിന്റെ നാമത്തിൽ ജയമേറ്റെടുത്താട്ടെ. ജയമേറ്റെടുത്താട്ടെ. ശരബാലബ ജീബാബാബ ശുഗാൽമന സഹർത്തന ബൈഡൽ പ്രഭാതന ജഗലഘടകസ്യ വൈശൽമനാസിയാർത്ഥ വർദ്ധലി ഗ്യാസ്മസ്മകർത്തന. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ഇതിനകത്തുണ്ട്. അല്പനിമിഷം അന്യഭാഷകളിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി തുടങ്ങിക്കോ. റസത്തിൽ ഖാനിയാം സർദനാജ് ജഗോൽ കിയാം ഷാരബ അജൽമി അജൽമി അസ്മൽ ഖനാരഗച്ഛസിയ വർഗച്ഛസിയ വേദകൾ കമനഗച്ഛസിയ വർദ്ധുനാജകൾ കമനവച്ഛസിയ ഓച്ഛസിയ വാച്ഛസിയ വാൽക്കൽക്കരങ്ങാച്ഛസിയ അൽക്കൂനാച്ഛസിയ വാർച്ഛച്ഛ രഗേ മാമാ
കൃപ വ്യാപരിക്കട്ടെ, അഭിഷേകം ചലിക്കട്ടെ, അനോയിന്റിങ് ചലിക്കട്ടെ. ദാഹമുള്ളവരുടെ മേൽ അഭിഷേക തൈലം വന്ന് വീഴട്ടെ, ആഗ്രഹിക്കുന്നവരുടെ മേൽ അനോയിന്റിങ് വന്ന് വീഴട്ടെ. നസത്തത്ത നെബ്രക്കക്ക നുക്രക്കക്ക ലേഖ്രാദാന. പ്രാർത്ഥനയുടെ അഭിഷേകം ചെള്ളമേൽ വന്ന് വീഴട്ടെ, വന്ന് വീഴട്ടെ. സ്വീകരിച്ചോ? പ്രാർത്ഥനയുടെ അഭിഷേകം ചെള്ളമേൽ വന്ന് വീഴട്ടെ. ചില തൊടുന്നു, തൊടുന്നു. സ്വീകരിക്കും. ഫയർ ഫയർ ഫയർ. ഹോ ബാബാ തീ തീ. ഉഡാറമാനവ ശഖർജന ശഖർജന ശതതതത രച്ചതതതത രച്ചതതതത. ആത്മാവിന്റെ ഉന്നത തലം ദൈവം നിനക്ക് തരുക. ആത്മാവിൽ മത്ത് പിടിച്ചവനെ പോലെ, ലഹരി പിടിച്ചവനെ പോലെ 2023 നീ ഓടും. പലരും ചെയ്തിട്ട് നടക്കാത്ത നിന്റെ കൈ കൊണ്ട് സാധിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. വിശ്വസിക്ക. 22 നടന്നില്ലേ, സാരമില്ല, സമയമായില്ലെന്ന് വിശ്വസിച്ചാൽ 23 നടക്കും. കാരണം നിന്റെ കൂടെ ചലിക്കുന്ന ഒരു അഭിഷേകം അത് ചെയ്യും. സൂര്യനെ നിശ്ചലമാക്കിയ ചരിത്രം ആരും കേട്ടിട്ടില്ല. പക്ഷെ ഒരുത്തനോടുള്ള പ്രോമിസ് നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തനും നിന്റെ നേരെ നിൽക്കത്തില്ലെന്നാ. അത് സൂര്യനായാലും ശരി, ചന്ദ്രനായാലും ശരി. നീ ഒന്ന് കൈ ചൂണ്ടി ഒന്ന് സംസാരിച്ചാൽ മതി, പറഞ്ഞാൽ മതി, മാറും അത്. ചൂടാമാന ചൂടാമാന റഗാമാന. ആത്മാവ് തീ പിടിക്കും, തീ പിടിക്കും. ചിലരുടെ മേലൊക്കെ ദൈവത്തിന്റെ അഗ്നി വന്നിറങ്ങുന്ന എനിക്ക് റൂമിൽ ഇരുന്നുകൊണ്ട് അറിയാം. ഷമാന പരിശുദ്ധാത്മാവോട് പ്രതികരിച്ചാണ്, ദൈവ സാന്നിധ്യത്തോട് പ്രതികരിച്ചാണ്, അനോയിന്റിങ്ങിനോട് പ്രതികരിച്ചാണ്. ശൂരാബാബാബാബ. ചില കുഞ്ഞുങ്ങളൊക്കെ ദൈവം തൊടുവാ ഇന്ന് രാത്രി. ഏൽപ്പിച്ചുകൊട്. ആള് മാറിയതുപോലെ ദൈവം നിന്നെ ആക്കും. അഗ്നി കൊണ്ട് നിന്നെ പൊതിയും ദൈവം. അഗ്നി കൊണ്ട് നിന്നെ പൊതിയും. ഒരു എൻകൗണ്ടർ, അനോയിന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു എൻകൗണ്ടർ നിനക്ക് ഉണ്ടാവാൻ പോവാ. അനോയിന്റിങ്ങുമായിട്ട് കണക്ട് ചെയ്ത് ഒരു എൻകൗണ്ടർ നിനക്ക് ദൈവം തരാൻ പോവാ. സ്വീകരിക്കാന് സ്വീകരിക്കാന് സ്വീകരിക്കാന്. എൻകൗണ്ടർ ഇന്ന് രാത്രി സ്വീകരിച്ചോ? ചില കുഞ്ഞുങ്ങളുടെ മേലൊക്കെ, നിങ്ങളുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചോ. അനോയിന്റിങ് വന്ന് വീഴട്ടെ, കുഞ്ഞുങ്ങളുടെ മേലെ അത് വന്ന് വീഴട്ടെ, യൗവനക്കാരുടെ മേലൊക്കെ വന്ന് വീഴട്ടെ. ഒന്നും അവരെ അഡിക്റ്റ് ചെയ്യല്ലേ. യൂട്യൂബ് അവരെ അഡിക്റ്റ് ചെയ്യരുത്. ഫേസ്ബുക്കിനൊന്നും അടിമകളാകരുത്. മൊബൈൽ ഫോണിനൊന്നും അഡിക്റ്റ് ആവരുത്. ദൈവ സ്നേഹത്തിൽ അവർ അഡിക്റ്റാകട്ടെ. തെറ്റായിട്ടുള്ള ബന്ധങ്ങളിൽ ആരും ചെന്ന് വീഴരുത്. തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകളൊന്നും ആരും ചെന്ന് വീഴരുത്. മാതാപിതാക്കളെ മറക്കുന്ന ഒന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഒരു രഹസ്യ ഭാവങ്ങളും ആരുടെ ലൈഫിൽ ഉണ്ടാവരുത്. രാത്രി ചില കുഞ്ഞുങ്ങളൊക്കെ ദൈവത്തോട് സംസാരിക്കുന്ന എനിക്ക് ആത്മാവിൽ ഇവിടെ ഇരുന്നുകൊണ്ട് അറിയാം. ഹോ റീഖാമാന, നിന്റെ മേലൊരു അഭിഷേകം വന്ന് വീഴുവോ? പ്രാപിച്ചോ? ആരെ നോക്കണ്ട, ആരെ നോക്കണ്ട. നീ കർത്താവുമായിട്ട് മാത്രം കണക്ട് ചെയ്തോ. ഓ ദൈവശക്തി ഇറങ്ങുന്നു. സ്വീകരിച്ചോ? സ്വീകരിക്കേണ്ടവർ സ്വീകരിച്ചോ. നിങ്ങളുടെ റൂമാണെന്നൊന്നും നോക്കണ്ട. ഡയറക്റ്റ് ദൈവാത്മ നിന്റെ മേൽ വന്ന് ഇറങ്ങുക. സ്വീകരിച്ചോ? കത്തട്ടെ, കത്തട്ടെ. തീ പിടിക്കുന്നവനെ പോലെ, തീ പിടിക്കുന്നവളെ പോലെ നിന്റെ റൂമിനകത്ത് മുഴുവൻ ദൈവത്തിന്റെ ഗ്ലോറി വന്ന് ഇറങ്ങുക. സ്വർഗീയ വിഷനിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോവുക. ആത്മാവിന്റെ ഉന്നതമേറിയ തലത്തിലേക്ക്. ഫയർ ഫയർ ഫയർ. ഹാർജന സാചചച രച്ചസകത രച്ചസകച 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 കാകതു കാകാക്യ നബോകോ ത്വ ത്വ ത്വ. ആള് മാറിയതുപോലെ ദൈവമാക്കും. ആള് മാറിയതുപോലെ. രണ്ടാമത്തെ അവന്റെ ട്രെയിനിങ് പീരീഡ് ആണെങ്കിൽ, മൂന്നാമത്തത് ഹല്ലേലൂയ ദൈവം അവനെ ഉറപ്പിക്കുന്നതാ. അവനെ ഉറപ്പിക്കുന്നതാ. അഭിഷേകത്തിനകത്ത് ദൈവം ഉറപ്പിച്ചവനെ കേട്ടോ. അഭിഷേകത്തിനകത്ത് ഇന്ന് രാത്രി ചിലനെ ഉറപ്പിക്കാൻ പോവാ. വീണ്ടും എഴുന്നേറ്റുള്ള ആത്മീയ ജീവിതം മാറിയിട്ട് അഭിഷേകത്തിനകത്ത് ദൈവം നിന്നെ ഉറപ്പിക്കും. വിശ്വസിക്കാവോ? അഭിഷേകത്തിനകത്ത് ദൈവം നിന്നെ ഉറപ്പിക്കും. അനോയിന്റിങ്ങിനകത്ത് ദൈവം നിന്നെ ഉറപ്പിക്കും. ബാക്കിയെല്ലാം നീ വിട്ടുകളയും. ബാക്കിയെല്ലാം ചപ്പും ചവറന്ന് വിട്ട് കർത്താവുമായിട്ട് കൂട്ടുകൂടി നടക്കുന്ന ഒരു തലം ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരും. ആമേൻ.
വേറെ ഒന്നും നിന്റെ ഹൃദയത്തിൽ കയറി പിടിക്കത്തില്ല. യേശുപ്പച്ചനായിരിക്കും നിന്റെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന വ്യക്തി. പരിശുദ്ധാത്മാവായിരിക്കും നിന്നോട് സംസാരിക്കുന്ന കൂട്ടുകാരൻ. രാത്രി അങ്ങനെ ഒരു പോർട്ടൽ ഇവിടെ തുറക്കുക. സ്വീകരിക്കേണ്ടവർ സ്വീകരിച്ചോ, വേണ്ടവർ ആത്മാവിൽ അതിനെ ആമേൻ ഏറ്റെടുത്തു. ഇന്നോട്ട് ആത്മാവായിട്ട് കൂട്ടുകൂടി നടക്കുന്ന ഒരു തലം നിനക്ക് കർത്താവ് തരും. ചിലരൊക്കെ അങ്ങനെ കൊതിച്ച് ഈ മീറ്റിങ്ങിനകത്ത് വന്നിട്ടുണ്ട്. ദൈവാത്മ നിനക്ക് തരുക. ഹല്ലേലൂയ. ഹടകമന രഗജഗലഘടക. ആള് മാറിയതുപോലെ ദൈവം നിന്നെ ആക്കും. ശൗലുമുണ്ടോ പ്രവാചക ഗണത്തിലെന്ന് പറഞ്ഞതുപോലെ നിന്റെ പേര് ചിലര് പറഞ്ഞിട്ട് ആമേ ഹല്ലേലൂയ ആമേ നീയും അതിനകത്തുണ്ടോ എന്ന് പറയത്തക്ക വിധത്തിൽ ഒരു ഭയങ്കരമായ ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യാൻ പോവാ. ചെയ്യുവന്നേ, ദൈവം ചെയ്യും. എന്തിനു വേണ്ടിയാ ദൈവം ചെയ്യുന്നത് അറിയോ? തന്റെ നാമം നിന്നിലൂടെ മഹിമപ്പെടാൻ വേണ്ടി മാത്രം. കർത്താവ് അത് ചെയ്യും. തലേ കൈവച്ച് പറ, എന്നിലൂടെ കർത്താവ് അത് ചെയ്യും, എന്നിലൂടെ കർത്താവ് അത് ചെയ്യും. എൻ്റെ ജീവിതം യേശുവിനായി ഞാൻ വീണ്ടും സമർപ്പിക്കുക. എൻ്റെ ജീവിതം യേശുവിനായി വീണ്ടും സമർപ്പിക്കുക. എൻ്റെ കണ്ണുകളെ യേശുവിനായി സമർപ്പിക്കുക. എൻ്റെ കാതുകളെ യേശുവിനായി സമർപ്പിക്കുക. എൻ്റെ നാവിനെ പൊട്ടച്ചൊല്ലോ കളിവാക്കോ ഒന്നും പറയാനല്ല, കർത്താവിൻ്റെ നാമത്തെ ഉയർത്താനായിട്ട് ഞാൻ സമർപ്പിക്കുക. യെസ്, ഇന്ന് തൊട്ട് നീ അനോയിന്റിങ് ചലിക്കും കേട്ടോ. ദർശനങ്ങളെ നീ കാണും, ദിവ്യ ദർശനങ്ങളെ കാണും. നിന്റെ കൂട്ടുകാരികൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചോണം. അവരുടെ വിഷയങ്ങൾ, ഡീപ്പായിട്ടുള്ള വിഷയങ്ങൾ ദൈവം നിന്റെ പ്രാർത്ഥനാ മുറി നിനക്ക് പറഞ്ഞു തരും. എന്നിട്ട് നീ അവരോട് പറയും, അവരെ കർത്താവിലേക്ക് നീ നയിക്കും. അടകമന രഗജഗലഘടകച്ചസിയ. ദൈവാത്മാവിനോട് അങ്ങനെ പറയുന്നു. ചില യൗവനക്കാരായ കുഞ്ഞുങ്ങളോട് പ്രവചിക്കാൻ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറയുന്നു. പേരെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച ചർച്ചിൽ പറഞ്ഞൊരു കാര്യമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഏറ്റവും അടുത്ത ചില പ്രിയപ്പെട്ടവരുടെ പേര് ഡയറിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. അവരോട് സുവിശേഷം പറയാൻ കർത്താവ് നിനക്ക് അവസരം തരുമ്പോൾ നീ അതിനെ ഉപയോഗിച്ചോണം. അവരെ നീ കർത്താവിലേക്ക് 2023 നയിക്കും. കർത്താവ് അത് ചെയ്യട്ടെ, കർത്താവ് അത് ചെയ്യട്ടെ. ഹല്ലേലൂയ. നോക്കിയേ, ആലോചനകളെ അബദ്ധമാക്കുന്ന ദൈവം. എങ്ങനത്തെയൊക്കെ ആലോചനകളെ ദൈവം അബദ്ധമാക്കിയെന്ന് ഒത്തിരി ഭാഗങ്ങൾ ബൈബിളിലുണ്ടെങ്കിലും ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, യാത്രകൾക്കെതിരായിട്ടുള്ള ആലോചന ദൈവം അബദ്ധമാക്കും. ഹല്ലേലൂയ. യാത്രകൾക്കെതിരായിട്ടുള്ള ആലോചനകളെ ദൈവം അബദ്ധമാക്കും കേട്ടോ. നിന്റെ യാത്രകൾക്കെതിരായിട്ട് എന്തൊക്കെ പൈശാചിക ആലോചനകൾ ഉണ്ടായാലും ദൈവം അതിനെ അബദ്ധമാക്കും. രാമൻ പറഞ്ഞേ ഇസ്രായേൽ ജനം ഏറ്റവും വലിയൊരു ദൈവപ്രവൃത്തി കണ്ടിട്ട് അവർ മിസ്രി വിട്ടല്ലേ. ഹല്ലേലൂയ. എല്ലാ വീടുകളിലും ഒരു അനർത്ഥം വന്നായിരുന്നു. അത്രമാത്രം ദൈവത്തിന്റെ പ്രഹരം മിസ്രീമ്യ വീടുകളിൽ വന്നിട്ടും ഫറവോന് മാനസാന്തരം ഉണ്ടായോ? ഇല്ല. ഫറവോന് മാനസാന്തരം ഉണ്ടായില്ല. അവൻ പറയും, ഞാൻ പിന്തുടരും, ഞാൻ പിടിക്കും, ഞാൻ കൊള്ള പങ്കിടും, എൻ്റെ വാൾ ഊരും, എൻ്റെ കൈ നിഗ്രഹിക്കും എന്ന് പറഞ്ഞ് വരുവാ പുറകെ. മനസ്സിലായോ? എന്ന് പറഞ്ഞുകൊണ്ട് വരുവാ. പക്ഷേ വചനം പറയുന്നത് എന്താ അറിയോ? എക്സോഡസ് 14 കേട്ടോ. പുറപ്പാട് 14 നീ നിന്റെ കാറ്റിനെ ഊതിച്ചു, കടൽ അവരെ മൂടി, അവർ ഈയം പോലെ പെരുവെള്ളത്തിൽ താണു. സ്വത്രം പറഞ്ഞാട്ടെ, പെരുവെള്ളത്തിൽ താണു, ഈയം പോലെ എന്ന് വെച്ചാൽ പിന്നെ ഒരിക്കലും തല പൊക്കത്തില്ല. ദൈവം ചിലതിനെ മാറ്റിയതാ. രാമൻ പറ, ദൈവം ചിലതിനെ മാറ്റിയതാ. അമ്മേ, ദൈവം ചിലതിനെ മാറ്റും. നിനക്ക് വിരോധമായിട്ടുള്ള ചില രേഖകളെ ദൈവം മാറ്റും. നിന്റെ ആത്മീയത്തെ പിന്തുടർന്ന് വരുന്ന ചില ശക്തികളെ ദൈവം മാറ്റും. ആമേൻ. ഏറ്റെടുക്കണേ. ഇതൊക്കെ ഫ്രഷ് ആയിട്ട് കർത്താവ് പറയുക. നിന്നെ നാളുകളായിട്ട് പിന്തുടരുന്ന ചിലത്, എത്ര ദൈവപ്രവൃത്തി കണ്ടിട്ടും, എത്ര വിഷയങ്ങളുടെ മേലുള്ള വിടുതൽ കണ്ടിട്ടും മനസ്സിനകത്ത് മനസ്താപമില്ലാത്ത ചില സഹോദരന്മാരെ ദൈവാത്മനെ കാണിക്കും. നീ അവർക്ക് വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ദൈവാത്മ ഇന്ന് ആ വിഷയത്തിനകത്തൊരു വിടുതൽ തരാൻ പോവാ. നാളെയല്ല, ഇന്ന് യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടോളാനാ പറയുന്നത്. ഈയം പോലെ പെരുവെള്ളത്തിൽ താണു. ദൈവം എന്തോ അടുപ്പിച്ചേ? കാറ്റിനെ അടുപ്പിച്ചു കേട്ടോ. ചില കാറ്റടിക്കാൻ പോവാ. ചില കാറ്റടിക്കാൻ പോവാൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നു കേട്ടോ. കാറ്റടിക്കാൻ പോവാ. ചില കാറ്റ് അടിക്കാൻ പോവാ.
ചില കാറ്റടിച്ച് ചില പ്രതികൂലങ്ങൾ നിന്റെ മുമ്പിലുള്ള ചില പ്രതികൂലങ്ങൾ മാറുകയും ചെയ്യും. ശത്രുവിന് വേണ്ടി അത് മരണ വഴിയാക്കി ദൈവം മാറ്റുകയും ചെയ്യും. വിശ്വസിച്ച് ദൂതേറ്റെടുത്തോ. ഇതൊരു ഭയങ്കര വിടുതലാക്കി കർത്താവ് അയക്കാൻ പോട്ടോ. ആരെയൊക്കെ ഭയങ്കരമായിട്ട് ദൈവാത്മ തൊടുന്ന എനിക്കറിയാം. പലരും ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി തൊടുന്ന എനിക്കറിയാം. എനിക്ക് ഈ റൂമിനകത്തിരുന്ന് ദൈവസാന്നിധ്യം സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പലരും കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് നിങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ പറയും, ഞങ്ങളുടെ ലൈഫ് മാറി, എൻ്റെ ലൈഫ് മാറിയെന്ന്. കാരണം ഈ വചനം പുറത്തല്ല വരുന്നത്, ഈ വചനം ഉള്ളിലാണ് വന്ന് കയറുന്നത്. ഈ വചനം ഉള്ളിൽ വന്ന് കയറിക്കൊണ്ടിരിക്കുക. സ്വത്രം പറഞ്ഞേ. നിന്റെ യാത്രകൾക്കെതിരായിട്ടുള്ള ആലോചന ദൈവം അബദ്ധമാക്കും കേട്ടോ. എന്നോട് പറഞ്ഞാൽ നിന്റെ ഭാവിക്ക് വിരോധമായുള്ള ചില ആലോചനകളെ ദൈവം അബദ്ധമാക്കും. സ്വത്രം പറ. ആമേൻ. 2 ഹല്ലേലൂയ. ആമേൻ. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തില് ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ എലീശ എന്ന് പറയുന്ന അഭിഷക്തൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു അല്ലേ. ഈ പ്രാർത്ഥിക്കുന്ന എലീശായ്ക്കെതിരായിട്ട് അരാം രാജാവ് ഒരു പദ്ധതി തയ്യാറാക്കുക. എന്തുവാന്ന് നമുക്കറിയാം. അരാം രാജാവ് പതിയിരിപ്പുകളെ ആക്കി. നമുക്ക് ആ ഭാഗം നല്ലോണം അറിയാം. പതിയിരിപ്പുകളെ ആക്കുമ്പോൾ എലീശ എന്ത് ചെയ്യുക? പ്രാർത്ഥിച്ചിട്ട് ഈ പതിയിരിപ്പ് എവിടുന്നാന്ന് പറഞ്ഞു കൊടുക്കും. ആർക്കാ? ഇസ്രായേൽ രാജാവിന്. 1 അല്ല 2 അല്ല, പലവട്ടം എലീശായിക്ക് എന്ത് ചെയ്തു? ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന ഈ കാര്യം അവൻ എന്ത് ചെയ്തു? അവൻ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, പഴുതടച്ചു. അരാം രാജാവ് പറയുക, നമ്മുടെ ഈ ഇതിനകത്ത് ആരാ ചാരപ്രവൃത്തി ചെയ്യുന്നത്? ഉടനെ കൂടെ നിന്ന് ഭൃത്യന്മാർ പറയും, രാജാവേ, കാര്യം അങ്ങനൊന്നും അല്ല. നമ്മുടെ ഭൃത്യന്മാരാരും ചാരപ്പണി ചെയ്യുന്നൊന്നും അല്ല. നീ ഇവിടെ രഹസ്യ യോഗം കൂടുന്നത് അവന്റെ എലീശ എന്ന് പറയുന്ന അവന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അടുത്ത നിമിഷം അരാം രാജാവ് ഒരു പദ്ധതി തയ്യാറാക്കുക. എന്തുവാ? അവന്റെ പ്രാർത്ഥനയെ തകർക്കണം. അവന്റെ പ്രാർത്ഥന ഇല്ലായ്മ ചെയ്യണം. ഇന്ന് രാവിലെ ഞാനൊരു മീറ്റിങ്ങിനുണ്ടായിരുന്നു. ഒരു മീറ്റിങ്ങിൽ പോയി. ആ മീറ്റിങ്ങിനകത്ത് അവിടെ ഉള്ളൊരു സിസ്റ്ററോട് പരിശുദ്ധാത്മ പറഞ്ഞ എങ്ങനെയാ, നിന്റെ പ്രാർത്ഥന ഇല്ലായ്മ ചെയ്യാൻ നിന്നെയും നിന്റെ ഹസ്ബൻഡിനെയും ശാരീരികമായിട്ട് പിശാച് ദണ്ഡിപ്പിക്കുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആ സിസ്റ്റർ പറയാം, പാസ്റ്ററെ കറക്റ്റ് ആയിരുന്നു. ശാരീരികമായിട്ട് നീ ദണ്ഡനം അനുഭവിച്ചു കഴിഞ്ഞാൽ, ശാരീരികമായിട്ട് എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥനയെ സ്റ്റോപ്പ് ആക്കാലോ. ഇന്ന് രാത്രിയിൽ എന്തിനാ ഞാൻ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഇതിനകത്തും അങ്ങനെയുള്ള ചിലരുണ്ട്. നിന്നെ ശാരീരികമായിട്ട് ദണ്ഡിപ്പിച്ച്, മാനസികമായിട്ട് ദണ്ഡിപ്പിച്ച്, നിന്റെ ആത്മാവിൻ്റെ ബലത്തെ കെടുത്തിക്കളയാൻ, നിന്റെ ആരോഗ്യത്തെ കെടുത്തിക്കളയാൻ പിശാച് വാദിക്കുന്നുണ്ട്. രാത്രി കർത്താവിനെ പൊട്ടിക്കാൻ പോവാം. ആമേൻ. രാമൻ പറഞ്ഞോ? ഹല്ലേലൂയ. മടങ്ങി വരട്ടെ. നോക്കിയേ, ഈ ഗൂഢാലോചന ദൈവം എലീശായിക്ക് വെളിപ്പെടുത്തിയോ? ഇല്ല. കഴിഞ്ഞ ദിവസം ആ ചിന്ത എനിക്ക് കിട്ടി കേട്ടോ. എല്ലാം വെളിപ്പെടുത്തത്തില്ല ദൈവം. നിനക്ക് ആവശ്യമുള്ളത് മാത്രം ദൈവം വെളിപ്പെടുത്തും എന്ന് പറഞ്ഞ് ദൈവം നിന്നെ ശത്രുവിന്റെ കയ്യിൽ അങ്ങനെ ഏൽപ്പിക്കത്തൊന്നുമില്ല കേട്ടോ. ഭാരപ്പെടുകയൊന്നും വേണ്ട. ദൈവം ചിലത് വെളിപ്പെടുത്തിയില്ലെങ്കിലും നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. രാമൻ പറഞ്ഞ നിനക്ക് ദൂത് തരാത്ത വിഷയത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി മറഞ്ഞിരിപ്പുണ്ട്. അതാണ് നിനക്ക് മറക്കില്ല കേട്ടോ. ചിലതിനകത്ത് ചില ദൂതല്ല ചിലപ്പോൾ ദൈവം തരുന്നേ. ചില വിഷയത്തിനകത്തെ ദൂതല്ല ദൈവം തരുന്നേ. ചില ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ദൈവം ചെയ്യുന്നത്. മതിയോ? അമ്മേ, ചില ദൈവ പ്രവൃത്തി കർത്താവ് ചെയ്യും. കർത്താവാ ചെയ്യും, നമ്മളാരുമല്ല. ദൈവം അത് ചെയ്യുമെന്നേ. ധൈര്യമായിട്ടിരിക്കും. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളെ തോളയിലും തൊട്ടിട്ട് പറ, ധൈര്യമായിട്ടിരിക്കാൻ പറ. അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലേ കുഴപ്പമില്ല. ആമേ, തോളയിലും തൊട്ടിട്ട് പറ, ധൈര്യമായിട്ടിരിക്കുക. കർത്താവൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവ് നമ്മുടെ വീട്ടിലുണ്ടെന്ന് പറ. ഹല്ലേലൂയ. എല്ലാം ഒന്നും ദൈവം പറയത്തില്ല കേട്ടോ.
പക്ഷെ നിനക്ക് വേണ്ടി കർത്താവിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. നിന്റെ കുടുംബത്തിന് വേണ്ടി കർത്താവിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം അത് നിർവഹിക്കുമെന്നാ വചനം പറയുന്നത്. ദൈവം അത് നിർവഹിക്കും കേട്ടോ. അവിടെ നോക്കിയേ നിങ്ങള്. ഹല്ലേലൂയ. എലീശായെ പിടിക്കാൻ വന്നില്ലേ? മല ഇങ്ങനെ നിറഞ്ഞിരിക്കുവാൻ. മല നിറഞ്ഞിരുന്നത് ആര് കണ്ട്? ബാല്യക്കാരൻ കണ്ട്. ഹല്ലേലൂയ. ബാല്യക്കാരൻ കണ്ടു. അയ്യോ അയ്യോ എന്നാ വിളിച്ച്. ദർശനമില്ലാത്തവൻ, കാഴ്ചപ്പാടില്ലാത്തവൻ പ്രതികൂലങ്ങളെ കണ്ട് അയ്യോ എന്ന് വിളിക്കും കേട്ടോ. ദർശനമുള്ളവൻ, പ്രാർത്ഥനയുള്ളവൻ അയ്യോ എന്നല്ല വിളിക്കുന്നേ, ദൈവമേ എന്ന് വിളിക്കും. സ്വത്രം പറഞ്ഞേ. നിന്നെ ദൈവം വിളിച്ചേക്കുന്ന അയ്യോ എന്ന് വിളിക്കാനല്ല, യേശുവേ എന്ന് വിളിക്കാനാ കേട്ടോ. യേശുവേ എന്ന് വിളിച്ചോണം, യേശുവേ എന്ന് വിളിച്ചോണം. ഹല്ലേലൂയ. ആമേൻ. ബാല്യക്കാരൻ പറയും അയ്യോ തീർന്നു, നമ്മുടെ ജീവിതം എല്ലാം തീർന്നു. കാരണം എന്താ? അവന്റെ കണ്ണടഞ്ഞിരിക്കുവാൻ. അവന്റെ കണ്ണടഞ്ഞിരിക്കുക. കണ്ണടഞ്ഞിരുന്നാൽ കാണുന്ന എല്ലാം പ്രതികൂലമായിരിക്കും കേട്ടോ. കേട്ടോ, കണ്ണടഞ്ഞിരുന്നാൽ കാണുന്ന എല്ലാം പ്രതികൂലമാണ്. പക്ഷെ ആത്മാവിന്റെ കണ്ണ് തുറന്നിരുന്നാൽ ഒരു പ്രതികൂലത്തെ കണ്ട് നീ പേടിക്കത്തില്ല. എന്തിനാ ചില പ്രതികൂലങ്ങൾ നിന്റെ നേരെ വരുന്നതെന്ന് അറിയാവോ? പേടിപ്പെടുത്താനാണ്. പക്ഷെ നിന്റെ ആത്മകണ്ണ് തുറന്നിരുന്നാൽ ഹല്ലേലൂയ, നിന്നെ പേടിപ്പിക്കാൻ വരുന്നവന്റെ കണ്ണിനെ ദൈവം അന്ധത പിടിപ്പിക്കും. സ്വത്രം പറ. അവിടെ എലീശ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, ഇവൻ കാണത്തക്കവണ്ണം അവന്റെ കണ്ണിനെ തുറക്കണേ. കണ്ണ് തുറന്ന്, ആത്മക്കണ്ണ് തുറന്ന് ബാല്യക്കാരൻ കാണുന്ന എന്തുവാ? അഗ്നി രഥങ്ങളും അഗ്നി അശ്വങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നു. സ്വത്രം. അഗ്നി രഥങ്ങളും അഗ്നി അശ്വങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്ന കാഴ്ച ആര് കണ്ടത്? ബാല്യക്കാരൻ കണ്ടത്. അയ്യോ, ഇതെപ്പോ എലീശയുടെ കൂടെ കൂട്ടുകൂടിയാന്നറിയോ? ഇരട്ടി പങ്ക് അഭിഷേകം വന്ന സമയത്ത്. ആമേ. നിങ്ങളുടെ മേൽ പകരപ്പെടുന്ന ദൈവകൃപ നിങ്ങളെ കളഞ്ഞു വിളിക്കാതിരിക്കാമെങ്കിൽ ഏത് പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും. അഭിഷേകത്തെ ഏറ്റവും വലുതായിട്ട് കണ്ടോണം. ദൈവകൃപ ഏറ്റവും വലുതായിട്ട് കണ്ടോണം. ദൈവകൃപയ്ക്ക് വിരുദ്ധമായിട്ട് ഒരു മേഖലയിലും ചലിക്കരുത്. അഭിഷേകത്തിന് വിരുദ്ധമായിട്ട് ഒരു മണ്ഡലത്തിലും സ്റ്റെപ്പ് വെക്കരുത്. ആമേ. വിശ്വസ്തയോടെ അഭിഷേകത്തിന് വേണ്ടി നിന്നോണം. നേരോടെ നിന്നോണം കേട്ടോ. ആ, അങ്ങനെ കർത്താവ് പറഞ്ഞേ. കൂട്ടത്തിപ്പാട്ടും വെള്ളത്തിപ്പൂട്ടുമായിട്ട് പോകരുത്. തൻ്റെ ഇടത്തോടെ ഈ വചനത്തിന് വേണ്ടി നിന്നോണം. പ്രമാണത്തിന് വേണ്ടി നിന്നോണം. കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ നിർത്തണം. ഹല്ലേലൂയ. 2 പാട്ടുപാടി, 2 വരി പാട്ടുപാടി, 3ാമത്തെ വരി അന്യഭാഷ പറയുന്ന ഒരു പെങ്കൊച്ചൊരു ഹിന്ദു ചെറുക്കൻ്റെ കൂടെ പോയി. അമ്മ പറഞ്ഞ എന്തുവാന്നറിയോ? കുഴപ്പമില്ലെന്ന്. 2 ആഴ്ച കഴിഞ്ഞ് അവനെ ഇനി നേടുവന്നു. അവസാനം അവൻ അവളെ കൊണ്ട് നേടിപ്പോയി. നിങ്ങളിവിടെ ഉണ്ടോ? പ്രമാണത്തിന് വേണ്ടി നിന്നോണം. വചനത്തിന് വേണ്ടി നിന്നോണം. വിശ്വസ്തയോടെ നിന്നോണം. ഹല്ലേലൂയ. കാഹളം ധ്വനിക്കാറായി. നോക്കിയേ, എലീശ അവരുടെ കണ്ണ് അന്ധത പിടിപ്പിച്ചിട്ട് എന്ത് ചെയ്തു? ദൈവം അപ്പം വെളിപ്പെടുത്താതിരുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? ദൈവം എലീശായ്ക്ക് അത് പറഞ്ഞു കൊടുക്കാതിരുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? എന്തുകൊണ്ടായിരുന്നു? ഒരു ദൈവപ്രവൃത്തി ഉണ്ടായിരുന്നതുകൊണ്ടാണ്. നിന്റെ പ്രാർത്ഥനയ്ക്കെതിരായിട്ടുള്ള നിഗൂഢ ആലോചനകളെ ദൈവം അബദ്ധമാക്കും. സ്തോത്രം. 2 കാര്യമാണ് ഞാൻ പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. ഇത്തരം മതിയെന്ന് എനിക്കൊരു തോന്നൽ തോന്നുക. കാരണം എനിക്ക് ആ ആത്മാവിൽ അങ്ങോട്ടൊരു എന്താ പറയാ, ആ ഒരു ഇത് തോന്നുന്നില്ല. 2 കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്നാമത് ആദ്യം പറഞ്ഞ എന്തുവാ? ആലോചനകളെ അബദ്ധമാക്കുന്ന ദൈവം. രണ്ടാമത് എന്താ പറഞ്ഞേ? രണ്ടാമത് പറഞ്ഞേ, നിന്റെ ഹല്ലേലൂയ യാത്രകൾക്കെതിരായിട്ടുള്ള ആലോചന ദൈവം എന്ത് ചെയ്യും? അബദ്ധമാക്കും. 2, നിന്റെ പ്രാർത്ഥനയ്ക്കെതിരായിട്ടുള്ള ആലോചന ദൈവം എന്ത് ചെയ്യും? അബദ്ധമാക്കും. 3ാമത് ഒന്നുകൂടെ ഞാൻ പറയാം. നിന്റെ ജീവനെതിരായിട്ടുള്ള ആലോചനകളെ, നിന്റെ ജീവനെതിരായിട്ടുള്ള ആലോചന ദൈവം അബദ്ധമാക്കും. 40-ലധികം പേര് ഒരു ശപഥം എടുക്കുക. എന്താണെന്നറിയാമോ? 40-ലധികം പേര് ശപഥം എടുക്കുക. പൗലോസിനെ കൊന്നു കളയുന്നത് വരെ ഒന്നും കഴിക്കത്തില്ല, ഒന്നും കുടിക്കത്തില്ല. ഹല്ലേലൂയ. ഒന്നും കഴിക്കത്തില്ല, കുടിക്കത്തില്ല. ഇതേപോലെ ഒരാള് പഴയ നിയമത്തിൽ ഒരു ശപഥം എടുത്തു. ഏലിയാവിനെ കൊന്ന് കഴിയുന്നത് വരെ. ഹല്ലേലൂയ.
നിന്റെ ജീവനെ അവരിൽ ഒരുത്തനെ പോലെ ആക്കിയില്ലെങ്കിൽ ദേവന്മാരെന്നോട് തക്കവണ്ണം ചെയ്യട്ടെ. മനസ്സിലായോ? ദേവന്മാരെന്നോട് തക്കവണ്ണവും ചെയ്യട്ടെ. നമുക്ക് ആ ഭാഗം നല്ലവണ്ണം അറിയാം, ഇല്ലേ? ഹല്ലേലൂയ. എന്താ അവിടെ സംഭവിച്ചേ? ഏലിയാവിനെ സ്വർഗീയമായ ഭക്ഷണം കൊടുത്തിട്ട് ദൈവം പറഞ്ഞു, മക്കളെ നീ ഇവിടെ കിടന്ന് മരിക്കേണ്ടവനല്ല, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്, ഇല്ലേ? നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്. ദൈവം എന്ത് ചെയ്തു? അവനെ എന്ത് ചെയ്തു? ദൈവം അവനെ ഹല്ലേലൂയ, ദൈവം അവനെ ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരേബിൽ മറച്ചു. ഈസബേലിന്റെ വാക്ക് നടന്നോ? ഇല്ല. ഈസബേലിന്റെ വാക്ക് നടന്നില്ല. ഇനി ഒരു ദൂതൂടെ ഞാൻ പറയാം. ശത്രു നിന്നെ നോക്കി ചിലത് പറയും കേട്ടോ, പക്ഷെ ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യും. ശത്രു നിന്നെ നോക്കി എന്തോവാണോ പറയുന്നത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ദൈവം നിന്റെ നന്മയ്ക്കാക്കി ചെയ്യും. 40-ലധികം പേര് പൗലോസ് എന്ന് പറയുന്നവനെ നോക്കി പറയാ, നിന്നെ ഒടുക്കി കളയാതെ, നിന്റെ ജീവനെ എടുക്കാതെ കഴിക്കത്തില്ല, കുടിക്കത്തില്ല. പക്ഷെ ആ ശപഥം ചെയ്യുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പ് കർത്താവ് അതിനടുത്തെന്ന് പറയാ, ധൈര്യമായിട്ടിരിക്കുക, നീ റോമയിൽ എന്റെ സാക്ഷിയാകാൻ പോവാ. യെരൂശലേമിൽ എന്റെ സാക്ഷിയായതുപോലെ റോമയിലും എന്റെ സാക്ഷിയാകും. ധൈര്യമായിട്ടിരിക്കുക. രാത്രി ചിലതിനൊക്കെ ദൈവാത്മ പ്രവചിക്കുന്നു. ധൈര്യമായിട്ടിരിക്കുക. ആ വെല്ലുവിളി നിന്നെ ഒന്നും ചെയ്യത്തില്ല. ആ രോഗം നിന്നെ ഒന്നും ചെയ്യത്തില്ല. ആ മരണകരമായ വിഷയം നിന്നെ ഒന്നും ചെയ്യത്തില്ല. ആ ഡോക്ടറുടെ റിപ്പോർട്ട് നിന്നെ ഒന്നും ചെയ്യത്തില്ല. ആ ചെയ്ത ടെസ്റ്റ് നിന്നെ ഒന്നും ചെയ്യത്തില്ല. ആ ബ്ലഡ് റിസൾട്ട് നിന്നെ ഒന്നും ചെയ്യത്തില്ല. ധൈര്യമായിട്ടിരിക്കുക. നിന്റെ സാക്ഷിയാകാനുള്ളവനാ. നെഞ്ചത്തെ കൈവച്ച് ഇങ്ങനെ തട്ടിട്ട് പറ, ധൈര്യമായിട്ടിരിക്കാൻ പറ. നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറ, ധൈര്യമായിട്ടിരിക്കാൻ പറ. ധൈര്യമായിട്ടിരിക്കാൻ പറ. ധൈര്യമായിട്ടിരിക്കുക. കർത്താവ് നിങ്ങളെ നോക്കി പ്രവചിക്കുക. ധൈര്യമായിട്ടിരിക്കുക. ചില വിടുതലുകൾ നിന്റെ ലൈഫിൽ വരാൻ പോവാ. ആ വിഷയത്തിനകത്ത് കർത്താവ് എങ്ങനെ മറുപടി ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആ വിഷയത്തിനകത്ത് ഈ അന്ന് രാത്രി തന്നെ മറുപടി ചെയ്തു. പിറ്റേന്ന് പ്രഭാതം കാണാൻ ദൈവം അനുവദിച്ചില്ല. പിറ്റേന്നല്ലേ അവന്മാർ കൊല്ലുമെന്ന് പദ്ധതി ഒരുക്കിയേ. നാളെ നിന്നെ കൊല്ലുമെന്ന് ദൈവം പിശാച് പറഞ്ഞാൽ ഇന്ന് ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ദൈവം അവിടെ വഴി തുറന്നു കണ്ടോ? അന്ന് രാത്രി തന്നെ ഈ വിഷയം ആർക്ക് വെളിപ്പെട്ട്? പൗലോസിന്റെ പെങ്ങടെ മകന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഈ പെങ്ങടെ മകനെ എവിടെ കൊണ്ടുപോയി കണ്ടോ? ദൈവത്തിന്റെ പദ്ധതി കണ്ടോ? ഈ പെങ്ങളുടെ മകനെ ആരെടുത്ത് കൊണ്ടുപോയി? സഹസ്രാധിപന്റെ അടുത്ത് കൊണ്ടുപോയി. സഹസ്രാധിപൻ കാര്യം നോക്കിയപ്പോ കാര്യം കറക്റ്റാ. അന്ന് രാത്രി തന്നെ ഒരുക്കപ്പെട്ടൊരു കപ്പലിനകത്ത് VVIPയുടെ ആ പരിഗണന കൊടുത്ത് തടവ് പുള്ളിയായിരിക്കുന്ന ഈ പൗലോസിനെ അവിടുന്ന് മാറ്റി. സ്വത്രം പറ. ദൈവം ചില ഇടങ്ങളിൽ നിന്ന് മാറ്റും കേട്ടോ. ദൈവം ചില ഇടങ്ങളിൽ ചിലതിനെ മാറ്റും. എന്തിനാ ദൈവം നിന്നെ മാറ്റുന്നതെന്നറിയോ? നിനക്കെതിരായിട്ട് ചില അപകട കുഴികളുണ്ട്. ദൈവം നിന്നെ മാറ്റുന്നതാ. നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചോണം. നന്ദി പറഞ്ഞ് ദൈവത്തെ മാത്തപ്പെടുത്തിക്കൊണ്ടിരുന്നോണം. രാത്രി ചിലതിനെ നോക്കിക്കൂടെ? പരിശുദ്ധാത്മ പ്രവചിക്കുക. നിന്റെ ജീവനെതിരായിട്ടുള്ള ചില ആലോചനകളെ ദൈവം അബദ്ധമാക്കും. നിന്റെ ജീവനെതിരായിട്ടുള്ള ചില ആലോചനകളെ, ചില രോഗങ്ങൾ നിന്റെ ശരീരത്തിൽ കൊണ്ടുവന്നിട്ട് മരിക്കുമോ എന്നുള്ള തോന്നലുകൾ നിന്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മരിക്കുമോ എന്നുള്ള ചില തോന്നലുകൾ നിന്റെ ജീവിതത്തിൽ വന്ന് ജീവനും മരണത്തിനും മധ്യേ എന്നുള്ള രീതിയിൽ നിന്റെ ജീവിതത്തെ ആക്കി തീർക്കാൻ വാദിച്ചു നിൽക്കുന്ന പൈശാചിക വാദങ്ങൾ അഴിയട്ടെ. ചിലരെയൊക്കെ ദൈവാത്മനെ കാണിക്കും. ഞാൻ പേര് പറയുന്നില്ല, സമയത്തിന്റെ ലഭ്യതക്കുറവ് ഞാൻ പറയുന്നില്ല. പരിശുദ്ധാത്മ ചില നോക്കി പറഞ്ഞു, നിന്റെ ജീവനെതിരായിട്ടുള്ള പൈശാചികമായ ചില ആലോചനകളെ ഇന്ന് രാത്രി ദൈവം ക്യാൻസൽ ചെയ്യുക. പറഞ്ഞേ, ക്യാൻസലായി പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. വലിയ വിടുതൽ ഇന്ന് രാത്രി ഈ ജനത്തിന് മേൽ പരിശുദ്ധാത്മ കൽപ്പിക്കുക കേട്ടോ. ദാവീദ് എന്തോ പ്രാർത്ഥിച്ച്? അഹീത്തോഫലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ. ദാവീദിന്റെ പ്രാർത്ഥനയാ. കാരണം
ദാവീദിന്റെ കൂടെ നിന്നവൻ ആര്? അഹീത്തോഫേൽ. ദാവീദിന്റെ കൂടെ നിന്നതാ. ഹല്ലേലൂയ. പക്ഷേ ദാവീദിന് ഒരു പ്രയാസം വന്നപ്പോ മറുകണ്ഠം ചാടി എന്നൊക്കെ നമ്മൾ പറയത്തില്ലയോ, നമ്മുടെ ചില രാഷ്ട്രീയക്കാരെ പോലെ. ഹല്ലേലൂയ. ഭരണവശത്തിൽ ഇരിക്കുന്ന ആള് പ്രതിവശത്തിലാവുമ്പോ പ്രതിവശത്തില ആ വ്യക്തി ഭരണവശത്തിലോട്ട് കൂറുമാറും. ഇതുപോലെ ഹല്ലേലൂയ. നോക്കിയേ, അഹീത്തോഫേൽ. ആമേൻ. ഇനി ചിന്തിക്കുക, ഇനി ദാവീദിന്റെ കൂടെ എന്നിട്ട് കാര്യമില്ല. അബ്ശാലോമിന്റെ കൂടെ കൂടാ, മാനുഷികമായിട്ട് കൂട്ടുകൂടിയതാ. പക്ഷെ അവൻ എന്തായിട്ട് മാറി? മരണമായിട്ടത് മാറി കേട്ടോ. ദൈവാലോചനയില്ലാതെ ആവശ്യമില്ലാത്ത ഒന്നിന്റെയും കൂടെ കൂട്ടുകൂടരുത്. ദൈവാലോചനയില്ലാതെ ആവശ്യമില്ലാതെ ഒന്നിന്റെയും കൂടെ കൂട്ടുകൂടരുത്. മരണത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ആമേൻ. അനാവശ്യമായ ബന്ധങ്ങളെ ദൈവാത്മാവ് വീണ്ടും വീണ്ടും എന്നെ ആ വാക്ക് പറയുക, ക്യാൻസൽ ചെയ്യുവാണ്. ദൈവഹിതമില്ലാത്ത ഒന്നും ഇതിനകത്ത് വരരുത്. ദൈവഹിതമില്ലാത്ത ഒന്നും ഇതിനകത്ത് കാണരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ദുഃഖിപ്പിക്കുന്ന ഒന്നിലേക്ക് നമ്മുടെ ഹൃദയം പോകരുത്. ആമേൻ. തന്റെ ഇടം വേണം പറയാൻ. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ആ ഒറ്റ വാക്കിലെ പ്രാർത്ഥനയെ ദൈവം അടിവരയിട്ട് ഉത്തരം കൊടുത്ത് അവനെതിരായിട്ട് ആലോചന ദൈവം അബദ്ധമാക്കി കേട്ടോ. അഹീത്തോഫേൽ ആലോചന പറഞ്ഞു, പക്ഷെ അബ്ശാലോം അത് കേട്ടില്ല. മനസ്സ് നുറുങ്ങി അഹീത്തോഫേൽ ആത്മഹത്യ ചെയ്യാനായിട്ടിടയായി തീർന്നു. ദാവീദ് മരിക്കേണ്ട സ്ഥാനത്ത് ദാവീദിനെ മാറ്റിയിട്ട് ആ സ്ഥാനത്ത് അബ്ശാലോമിനെയും അഹീത്തോഫേലിനെ ദൈവം ആക്കി. എന്തിനാണെന്നറിയോ? ദാവീദിന് കുറച്ച് നാളിവിടെ ഈ ഭൂമി ജീവിക്കണം. 2022 കാണത്തില്ലെന്ന്, അവസാനിക്കുന്ന കാണത്തില്ലെന്ന്, 2023 നീ കയറുന്ന കാണത്തില്ലെന്ന് നീ പോലും വിധി എഴുതിയ സന്ദർഭങ്ങളില്ലായിരുന്നോ? നീ പോലും ചിന്തിച്ച നിമിഷങ്ങളില്ലായിരുന്നോ? പിന്നെ എന്തേ ദൈവം നിന്നെ പുതിയ വർഷത്തിലേക്ക് കയറ്റിയേ? വചനം പറയുന്നു, മൗനമായിരിക്കാ സ്തുതി പാടേണ്ടതിന് തന്നെ. ആമേൻ. ആരും ആരാധിച്ചില്ലെങ്കിൽ നീ ആരാധിക്കണം. കാരണം നിനക്ക് ആരാധിക്കാൻ വക ദൈവം തന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ ദൈവം വക തന്നിട്ടുണ്ട്. സ്തോത്രം പറയാൻ ദൈവം വക തന്നിട്ടുണ്ട്. അത് നീ ഏറ്റെടുത്തോണം കേട്ടോ. അനുസരിച്ചോണം കേട്ടോ. ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ആ മിനി ജേക്കബ് എന്ന് പറയുന്ന ഡിവൈസിൽ ജോയിൻ ചെയ്തേക്കുന്ന മകളുടെ മേൽ ഇപ്പോൾ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങുന്നു കേട്ടോ. ദൈവം നിനക്കൊരു പുതിയ ഹൃദയം തരുക മോളെ. പുതിയൊരു ഹൃദയം ദൈവം നിനക്ക് തരുക. നീ മീറ്റിങ്ങിനകത്ത് കണ്ണുനീരോടെ ഇരുന്ന കർത്താവിനെ കാണിച്ചു. കർത്താവ് ഒരു പുതിയ ഹൃദയം ദൈവം തരുക കേട്ടോ. ചില കണ്ണികളൊക്കെ ദൈവം ഇങ്ങനെ പൊട്ടിക്കുന്നതായിട്ട് ദൈവാത്മനോട് പറയുന്നു. ശൂരാബാബാബാബ, ഒരു അഭിഷേകം നിന്റെ മേൽ ഇപ്പോൾ വന്ന് വീഴുകയാണ്. ദൈവസാന്നിധ്യം നിന്നെ തൊടട്ടെ. കർത്താവ് ആള് മാറിയതുപോലെ ദൈവം നിന്നെ ആക്കുക. ഓ റീഖാമാന, നിന്റെ മേലെ ഒരു അനോയിന്റിങ് ഇപ്പോൾ വന്ന് വീഴുന്ന എനിക്കറിയാം. ഓ റീഖാമാമ, നിനക്ക് അവിടെ ഇരിക്കാൻ കഴിയാത്തതുപോലെ ഒരു ഉന്നത പേരൊരു വൈബ്രേഷൻ ലബ്ര പരിശുദ്ധാത്മ നിനക്ക് തരുവാത്. സ്വീകരിച്ചോ. ഓ നിന്റെ മേലൊരു അഗ്നിയുടെ പുതപ്പ് വന്ന് വീഴുന്ന എനിക്കറിയാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് സ്വീകരിക്കുക. ഓ ബാക്കി എല്ലാവരും പ്രാർത്ഥിച്ചോണ്ടിരി. കാഴ്ചക്കാരായിട്ട് ദൈവം ആരും ഇരിക്കല്ലേ. ഒരു അഭിഷേക തൈല മകളുടെ മേൽ വന്ന് വീഴുക. അനേക യൗവനക്കാരെ നീ നേടും. നിന്റെ മേൽ ഇപ്പോൾ കർത്താവ് വിടുതൽ തരും. നീ ഭാരപ്പെടുന്ന നിന്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ചില വിഷയങ്ങൾ നീയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. കർത്താവ് ഇപ്പോൾ അതിന്റെ മേൽ വിടുതൽ തരുമ്പോൾ തന്നെ ദൈവാത്മാവിനോട് പറയുന്നു, അനേക കുഞ്ഞുങ്ങളെ യൗവനക്കാരെ വേദനയിൽ ഇരിക്കുന്നവരെ കർത്താവ് നേടാൻ നിന്നെ ദൈവം നിന്നെ അഭിഷേകത്താൽ ഇന്ന് രാത്രി നിറയ്ക്കുക. അഭിഷേകം ചെയ്ത് ദൈവം ഇന്ന് രാത്രി നിന്നെ മാറ്റുക. ഏൽപ്പിച്ചു കൊടുത്തോ യേശുവിൻ നാമത്തിൽ. രഹബോത്ത് മിനിസ്ട്രി കർത്താവ് നിങ്ങളുടെ മേൽ ഭയങ്കര കൃപ തരുക കേട്ടോ. അനേകർ ചെയ്യാൻ കഴിയാത്ത ചിലത്, അനേകർക്ക് ചെയ്തിട്ട് വിട്ടുകളഞ്ഞ ചിലത് പരിശുദ്ധാത്മ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. ഈ തലമുറയിൽ വ്യത്യസ്തമായൊരു മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. വ്യത്യസ്തമായൊരു മിനിസ്ട്രി കർത്താവ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. പ്രാർത്ഥനാ മുറി ചില സ്ക്രീനിൽ എന്നവണ്ണം ചിലത് കാണും. ആ കാണുന്നത് ചിലരുടെ ദൂതുകളായിരിക്കും. അവരോട് വിളിച്ചു പറയുന്നതൊക്കെ ദൈവാത്മനെ കാണിക്കുക. രാത്രി ഏൽപ്പിച്ചു കൊടുത്തോ, കർത്താവ് അത് ചെയ്യട്ടെ. വലിയ വിടുതലുകൾ ഇന്ന് രാത്രി മീറ്റിങ്ങിനകത്ത് ദൈവം പകരുക. അനേകരുടെ കുടുംബങ്ങൾക്കകത്ത് ഈ ദൈവശബ്ദങ്ങൾ മുഴങ്ങിച്ചെന്ന് ചില ആലോചനകൾ ഇന്ന് രാത്രി അബദ്ധമാക്കുകയാണ്. ജീവനെതിരായിട്ടുള്ള ആലോചനകൾ, നന്മകൾക്കെതിരായിട്ടുള്ള ആലോചനകൾ, യാത്രകൾക്കെതിരായിട്ടുള്ള ആലോചനകൾ, പ്രാർത്ഥനയ്ക്കെതിരായിട്ടുള്ള ആലോചനകൾ ദൈവാത്മ ഇന്ന് രാത്രി അബദ്ധമാക്കുക. ശുശ്രൂഷകൾക്കെതിരായിട്ടുള്ള ആലോചനകൾ ദൈവം അബദ്ധമാക്കുന്നു.
സ്വീകരിക്കുക. അഭിഷേകത്തിലേക്ക് നിന്റെ ജനം കയറട്ടെ. വിടുതലിലേക്ക് നിന്റെ ജനം മാറട്ടെ. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഈ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ സഹോദരങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. എല്ലാവരും ഞാൻ ബ്ലസ് ചെയ്യുക കർത്താവ്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.